ഹലോ, ഓഡിയബിൾ അല്ലേ ഞാൻ? യെസ് യെസ്. യെസ്. ഓഡിബിൾ ആണ്. ഓക്കെ. ഞാൻ നോട്ട് മുഴുവൻ കംപ്ലീറ്റ് ആയി. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇത്തിരി തിരക്കിലായിരുന്നു പേഴ്സണലായിട്ട്. സാറിന്റെ ക്ലിനിക്കിന്റെ പേരെന്താണ്? ഞാനിപ്പോൾ ആക്ച്വലി വന്നിട്ട് പേഷ്യൻസിനെ ഫുള്ള് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ആരെയും നോക്കുന്നില്ല. പേഴ്സണലായിട്ടുള്ള കുറച്ച് തിരക്കുകളും ഇതൊക്കെ ഉള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയും ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. ശരിക്കും എൻ്റെ ക്ലിനിക്കിൻ്റെ പേര് അക്യൂ ഹോം വെൽനസ് സെൻറ്റർ എന്നായിരുന്നു. സ്ഥാപനമൊക്കെ അവിടെ ഉണ്ട്. എനിക്ക് പകരം വേറൊരു ലേഡി വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ സ്ഥലം. അത്രയേ ഉള്ളൂ. സാറിന്റെ യൂട്യൂബ് ചാനലിലുണ്ടോ? യൂട്യൂബ് ചാനൽ നമ്മുടെ ക്ലാസ് അതിനകത്തല്ലേ ഇടുന്നത്? സാറിന്റെ തന്നെ അത് അല്ലേ? അതെ അതെ, നമ്മുടെ ക്ലാസ് ഇടുന്നുണ്ട്. അത് പണ്ട് റിവിഷൻ ക്ലാസ്സുകൾ മാത്രം നമ്മൾ ഇടുമായിരുന്നു. അപ്പം അന്നത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? പഴയ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. നമ്മളിന്ന് ലാർജ് ഇൻഡസ്ട്രിയനാണ്, നമ്മൾ മെറിഡിയനാണ് നോക്കുന്നത്. അപ്പോൾ ലാർജ് ഇൻഡസ്ട്രിയനിൽ പൊതുവേ വന്നിട്ട് മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പറയാം. ഒന്ന് അസെൻഡിങ് കോളം എന്ന് പറയും. അതായത് നമ്മളുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ ആഹാരം ദഹനത്തിന് ശേഷമുള്ള എന്താ പറയുക, ആൾമോസ്റ്റ് ലിക്വിഡോ അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ സീക്കത്തിലൂടെ വന്നിട്ട് ഈ ലാർജ് ഇൻഡസ്ട്രിയൻ വെറുതെ പുറത്ത് കളയല്ല, ഈ സെമി സോളിഡിൽ വരുന്ന അല്ലെങ്കിൽ സെമി ലിക്വിഡ് കുഴമ്പ് രൂപത്തിൽ വരുന്നതിൽ നിന്ന് എക്സസ് വാട്ടറിനെയും അതേമാതിരി ന്യൂട്രീഷ്യൻസിനെയൊക്കെ വലിച്ചെടുത്തുകൊണ്ട് നമ്മളുടെ നമ്മൾ ഫീക്കസിനെ അല്ലെങ്കിൽ മലത്തിനെ കട്ടിയാക്കുന്ന പ്രോസസ്സ് ലാർജ് ഇൻഡസ്ട്രിയനിലാണ് നടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സസ് വാട്ടറിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ലാർജ് ഇൻഡസ്ട്രിയനിലാണ്. അങ്ങനെ അസെൻഡിങ് കോളനിലൂടെ ട്രാൻസ്വേഴ്സ് കോളനിലേക്ക് പാസ് ചെയ്ത് അതിന് ഡിസെൻഡിങ് കോളനിൽ വന്ന് സിഗ്മോയിഡ് കോളത്തിൽ വന്നിട്ട് ഇതെല്ലാം വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യും. എപ്പോഴാണോ അത് ഫുള്ളാവുന്നത് അല്ലെങ്കിൽ നമുക്ക് മോഷൻ പോകുന്നത്, അവിടുന്ന് ഒരു ഇൻറ്റിമേഷൻ ബ്രെയിനിലേക്ക് പോവും, ഫുള്ളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബ്രെയിനിൽ നിന്ന് ഒരു ഓർഡർ വരും ഓപ്പൺ ചെയ്യാൻ. അങ്ങനെ രക്തത്തിലൂടെ അത് പുറത്തു പോകും. ഈ നമ്മളെ സംബന്ധിച്ചിട്ടൊരു വേസ്റ്റ് പോകുന്ന ഒരു സാധാരണ ഒരു ഓർഗനാണ് ലാർജ് ഇൻഡസ്ട്രിയൻ അല്ലേ? നമ്മളെ കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് മുഴുവനും വരുന്ന വളരെ വൃത്തികെട്ട ഒരു സ്ഥലമായിട്ടാണ് പൊതുവെ നമ്മൾ ഇതിനെ കാണാറ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞു വീഴ്ചയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ വീഴ്ചയിൽ നിൽക്കുന്ന എനർജി വന്നിട്ട് ബൗൾ ഫ്ലോറ വൈറസിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ബൗൾ ഫ്ലോറ വൈറസ് ഈ സാധനം ആണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റീനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന സാധനവും നമ്മളുടെ ബാലൻസിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൻ ഏരിയനെ എല്ലാം തന്നെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബൗൾ ഫ്ലോറ വൈറസസ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പം ഈ ബൗൾ ഫ്ലോറ വൈറസസ് നമ്മുടെ ശരീരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ലാർജ് ഇൻഡസ്ട്രിയനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ലാർജ് ഇൻഡസ്ട്രിയൻ വളരെ വൃത്തിയും വെടുപ്പായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ബൗൾ ഫ്ലോറ വൈറസസിന് അതിൻ്റേതായ പ്രവർത്തികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫാക്ടറുമായിട്ട് ഡിസൈഡ് ചെയ്ത് നമുക്കറിയാം മെറ്റലാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് മെറ്റലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. മെറ്റലിൽ നമ്മൾ എപ്പോഴും വന്നിട്ട് പൊതുവേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ലങ്ങിനെയാണ് പറഞ്ഞു വരുന്ന സമയത്ത്. പക്ഷേ ലങ് മാത്രമായിട്ടല്ല, ലാർജ് ഇൻഡസ്ട്രിയനും കൂടിയിട്ടാണ് ഇതിനെ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ബാലൻസ് ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ ഈ ബൗൾ ഫ്ലോറ വൈറസിൻ്റെ ഫാമിലീസാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എത്ര
ബൗൾ ഫ്ലോറ വൈറസിൻ്റെ കോളനികൾ ലാർജ് ഇൻറ്റസ്റ്റൈനിലുണ്ടോ അത്രയും നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ ബൗൾ ഫ്ലോറ വൈറസിൻ്റെ കോളനി എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ബൗൾ ഫ്ലോറ വൈറസസ് താമസിക്കുന്ന സാധനങ്ങളാണ് കോളനി. അതല്ലാതെ ബൗൾ ഫ്ലോറ വൈറസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സായി, അങ്ങനെ കുറച്ച് നമ്പേഴ്സ് അല്ല, മില്യൺസ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് വരുന്ന കോളനികൾ കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ഈ മറ്റേ വീച്ചിയുടെ പ്രധാനപ്പെട്ട എന്താ പറയുക അതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആയുർവേദത്തിലും മറ്റോ അല്ലെങ്കിൽ ഭാരതീയ ചിന്താധാര പ്രകാരം കോൺസ്റ്റിപ്പേഷനാണ് എല്ലാ അസുഖങ്ങളുടെയും ആരംഭം എന്നാണ് പൊതുവെ പറയാം. ഒരാൾക്കൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് നല്ലതല്ല. എന്തുകൊണ്ട് നല്ലതല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലം ശരിക്കും പോവാതിരിക്കുക. അങ്ങനെ പോകാതിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്താ വെച്ചാൽ ഈ ഫീക്കസ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ വൃത്തികേടായിട്ടാണ് നമ്മളതിനെ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നല്ല വൈറസുകൾക്ക് ശരിക്കും അവിടെ സ്ഥിതി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബൗൾ ഫ്ലോറ വൈറസിൻ്റെ കോളനികളുടെ അളവ് കുറയും. അതുകൊണ്ടാണ് നേച്ചുറോപ്പതിയിലും മറ്റുമൊക്കെ ഉള്ളവർ വന്നിട്ട് റെഗുലറായിട്ട്, അതായത് സ്ഥിരമായിട്ടല്ല, എല്ലാ ദിവസവും അല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളുടെ വെറും വെള്ളം കൊണ്ട് ഈ എനിമ എടുക്കുന്നത്, അല്ലെങ്കിൽ നേച്ചുറോപ്പതി സിസ്റ്റത്തിൽ ഹോട്ട് വാട്ടറിൽ ലെമൺ പിഴിഞ്ഞിട്ട് അതിനെ ആറ്റി നമ്മൾ കോളനെ ക്ലെൻസ് ചെയ്യുന്നതിലൂടെ അവിടുത്തെ ബൗൾ ഫ്ലോറ വൈറസിനെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ നമ്മൾ തൈര് മോരൊന്നും അധികം ഉപയോഗിക്കുന്ന ആളുകളല്ല. നാച്ചുറലായിട്ട് ഈ ബൗൾ ഫ്ലോറ വൈറസസ് ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ കിട്ടുന്നത് തൈരിലാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ പാല് ഉറയൊഴിച്ചുണ്ടാക്കുന്ന തൈര് എന്ന് പറയുന്നത് പാലിൽ ഈ തൈരിൽ ഒഴിക്കുന്ന സമയത്ത് ആക്ച്വലി അതിൽ ജീവനുള്ള ബാക്ടീരിയ, ബൗൾ ഫ്ലോറ വൈറസസ് ഉണ്ട്, ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയ ഈ പാലിനെ തിന്നിട്ട് ബാക്കിയുള്ള വരുന്നതാണ് നമ്മൾ തൈരായിട്ട് മാറുന്നത്. അല്ലാണ്ട് പാലിനെ കൺവേർട്ട് അല്ല. പാല് ശരിക്കും പറഞ്ഞാൽ ഈ വൈറസസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് കഴിച്ച് മാറ്റുന്നതാണ്. എങ്ങനെയാണോ പൂന്ന് തേനെടുത്ത് നമ്മൾ തേനീച്ച കൂടുന്ന തേന് കിട്ടുന്നത് പോലെ തന്നെ ഈ ബൗൾ ഫ്ലോറ വൈറസ് നാച്ചുറലായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ എന്താ പറയുക പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്രോതസ്സാണ് ഈ തൈര് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൈരും മോരും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഇഡ്ലി മാവും ദോശമാവും ഒക്കെ അരച്ച് കഴിഞ്ഞാൽ അത് ഫെർമെൻ്റ് ആവുന്ന സാധനമാണ്. ഈ ഫെർമെൻ്റ് ആവുന്ന സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ബാക്ടീരിയാസാണ്, ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയാസാണ്. അപ്പോൾ അതിന് ആവാസ വ്യവസ്ഥയ്ക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ദോശമാവും ഇഡ്ലി മാവും നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്തിനെ ഉറപ്പായിട്ടും ബാധിക്കും. ഓക്കെ, പണ്ട് കാലത്തൊക്കെ വന്നിട്ട് നമ്മൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇഡ്ലിയും ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പം ഈ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ലൈഫിനെ നിങ്ങൾ എന്താ പറയുക നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതേമാതിരി തന്നെയാണ് ഈ തൈരും നമ്മുടെ മോരും ഈ ഫെർമെൻ്റ് ആവുന്ന സാധനങ്ങൾ. ഇപ്പോൾ ചോറ് ബാക്കിയായി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നത് പോലും തെറ്റാണ്. അത് നിങ്ങൾ നോർമൽ ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഫെർമെൻ്റായി കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സാധനമാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ നമ്മുടെ സബ്ജക്റ്റ് അല്ല എങ്കിലും ഇത് പറഞ്ഞു എന്ന് മാത്രം. മാം പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. മാമിൻ്റെ വോയിസ് വളരെ എന്താ പറയുക ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ മൈക്ക് അടുത്ത് വെച്ച് സംസാരിക്കുക. ഹലോ, ഓക്കെ. സോ നമ്മളിപ്പോൾ പറഞ്ഞു ലാർജ് ഇൻഡസ്ട്രീനെ കുറിച്ച് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ മാസ്റ്റർ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് TCMൽ നമ്മൾ ഈ ലാർജ് ഇൻഡസ്ട്രീനെ വിളിക്കുന്നത്. സോളിഡ് വേസ്റ്റ്, അതായത് ലിക്വിഡ് വേസ്റ്റിനെ സോളിഡ് വേസ്റ്റ് ആക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയൻ. ഓക്കെ, സോ ഈ എക്സസ് വരുന്ന വെള്ളം മുഴുവനും വന്നിട്ട് ലാർജ് ഇൻഡസ്ട്രിയനാണ് തിരിച്ചെടുക്കുന്നത് പറഞ്ഞു.
ഈസ് ഫ്ലൂയിഡ് ആൻഡ് വർക്ക്സ് വിത്ത് ദ ലങ് ഇൻ റെസ്പിറേഷൻ. അതായത് ശ്വസന പ്രക്രിയയിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ ലങ്ങിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ശരീരത്തിൻ്റെ ലിക്വിഡ് ബാലൻസിനെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഓർഗനും പരസ്പരം കണക്ട് ചെയ്തിട്ട് കുറേയേറെ വർക്കിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ വരും. പണ്ട് നമ്മൾ നേരത്തെ പഠിക്കുമ്പോൾ ഡിപ്ലോമയിൽ പഠിക്കുമ്പോൾ അങ്ങനെ നമ്മൾ പറയില്ല, ലങ് ആണെന്ന് പറയും. പക്ഷേ ലങ് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. അതേമാതിരി തന്നെ കാംനെസ് കൊണ്ടുവരുന്നതിനും തന്നെ ഇങ്ങനെ ഓരോ ഓർഗൻസും പരസ്പരം ബന്ധപ്പെട്ട് കിടന്ന് പല പ്രവർത്തികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൂട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഫയറും വാട്ടറും നമുക്ക് കമ്പൈൻ ചെയ്തിട്ടും ചൂട് കുറയ്ക്കാൻ പറ്റും. ഫയറും മെറ്റലും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റും. ഫയറും വുഡും തമ്മിൽ അങ്ങനെ ഓരോന്നിനും പരസ്പരം ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും പറയും. അത് ചില സമയത്ത് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു ഓർഗണും ഒറ്റയ്ക്കല്ല പണിയെടുക്കുന്നത്. അതൊരു എന്താ പറയുക കോപ്പറേറ്റീവ് സെക്ടർ പോലെയാണ്. ഓക്കെ. An imbalance in the large intestine meridian can cause constipation, diarrhea, abdominal pain, ഡിപ്രഷൻ ആൻഡ് എക്സസീവ് വറി. അതായത് എമോഷണൽ ബാലൻസിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എനർജി ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് ഡിപ്രഷനായിട്ടോ അല്ലെങ്കിൽ എക്സസ് വറി. നിങ്ങൾ പൊതുവേ കോൺസ്റ്റിപ്പേഷനുള്ള ആളുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് വന്നിട്ട് എക്സസ് ആയിട്ട് വറീസ് ഉണ്ടാവും. ഏത് സമയത്തും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ആവശ്യമില്ലാതെ വറീനെസ് ഉണ്ടാവും. അപ്പോൾ ഈ നിങ്ങൾ അങ്ങനെ ഒരു എമോഷൻ ക്രിയേറ്റ് ചെയ്തെടുത്താലും അത് കോൺസ്റ്റിപ്പേഷനെ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ എമോഷണൽ ലെവലിൽ ഇങ്ങനെ ഉണ്ടാവും. ഐദർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷൻ ഉണ്ടാവും. നമ്മൾ തന്നെ ഇടയ്ക്ക് വന്നിട്ട് ഇരുന്ന് ആലോചിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഇരിക്കുമ്പോൾ ഒന്നിനോട് അർത്ഥമില്ലാത്ത പോലെയൊക്കെ തോന്നുന്നതെല്ലാം തന്നെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഇംബാലൻസ് ആണ്. അങ്ങനെ ഡിപ്രഷനുള്ള ആളുകളിലും അതേമാതിരി തന്നെ എക്സസ് ആയിട്ടുള്ള വറീസ് ഉള്ള ആളുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ വ്യക്തമായി ചോദിക്കണം, കോൺസ്റ്റിപ്പേഷൻ പറഞ്ഞാൽ ഇവർ ബാത്റൂമിൽ പോയി ജസ്റ്റ് വരുന്നുണ്ടാവും, പക്ഷേ ഒരു ക്ലീൻ എവാക്കേഷൻ ഉണ്ടാവില്ല. ഓക്കെ. അതേമാതിരി തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ഡയേറിയ ആയിട്ട് വരാം, അതല്ലെങ്കിൽ അബ്ഡമൻ പെയിനൊക്കെ നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. ഈവൻ കോൺസ്റ്റിപ്പേഷനുള്ള ആളുകളിൽ ഹെഡ് ഏക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം കോൺസ്റ്റിപ്പേഷന് ക്ലിയർ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻസ് നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് പൊതുവെ വന്നിട്ട് എവിടെയാണ് നമ്മുടെ ലങ് മെറീഡിയൻ വന്നിട്ട് അവസാനിക്കുന്നത്, തള്ളവിരലിൻ്റെ അവിടെയാണ്. അപ്പോൾ അതിന് മുമ്പേ തന്നെ അതിൻ്റെ ലൂ കണക്റ്റിംഗ് പോയിന്റിൽ നിന്ന് ഒരു ബ്രാഞ്ച് എവിടേക്ക് പോകും, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോയി LI1 നമ്മൾ എങ്ങനെയാണോ ഈ റിലേ കളിക്കുന്ന സമയത്ത് ഒരു ബാറ്റൺ കൈമാറാൻ ഒരു പ്രത്യേക ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഏരിയക്കകത്ത് ബാറ്റൺ കൈമാറുന്നത് പോലെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറീഡിയനിൽ നിന്നും ഒരു ചെറിയ ബ്രാഞ്ച് ഇൻറ്റേർണലി ലൂ മെറീഡിയൻ ആയിട്ട് പോയിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനെ കണക്ട് ചെയ്യും. അത് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ നിയറസ്റ്റ് സ്പോട്ടായിട്ടുള്ള തൊട്ടടുത്തുള്ള വിരലിലാണ്, നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൽ തള്ളവിരലിനോടുകൂടി ചേർന്നിട്ടുള്ള നഖക്കോണിൽ നിന്നും തുടങ്ങി കൈകളുടെ പുറം വശത്തോടുകൂടി വന്ന് കൈമുട്ട് വഴി നമ്മുടെ ഷോൾഡറിലേക്ക് കയറി ഷോൾഡറിൻ്റെ ബാക്കിലേക്ക് ഒന്ന് പോയി അതിനുശേഷം നമ്മളുടെ കഴുത്തിലേക്ക് വന്നിട്ട് കഴുത്തുനിന്ന് മുകളിലേക്ക് വന്ന് ചുണ്ടിൻ്റെ സൈഡിലൂടെ വന്ന് ഓപ്പോസിറ്റുള്ള മൂക്കിൻ്റെ അൽനാസിയുടെ അടുത്ത് വന്ന് അവസാനിക്കുന്നതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻ. നമ്മൾ ആൾറെഡി പഠിച്ചു. അത് എക്സ്റ്റേണൽ മെറീഡിയൻ പാത്താണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇൻറ്റേർണൽ മെറീഡിയൻ നോക്കുന്ന മുമ്പ് നമ്മൾ ഇതിൻ്റെ പൊതുവെ കുറച്ച് എന്താ പറയുക സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് മെറ്റൽ എലമെൻ്റ് ആണ്. ഡയറക്ഷൻസ് നമുക്കറിയാം വെസ്റ്റ് തന്നെയാണ് മെറ്റലിൻ്റെ. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ നോക്കിയതാണ്. ഓട്ടമാണ് ഇതിൻ്റെ സീസൺ, ഡ്രൈ ക്ലൈമറ്റ് ആണ്. കൾട്ടിവേഷൻ എന്ന് പറയുന്നത് കൊയ്ത്തുകാലാണ്. ഓക്കെ. കൊയ്ത്തിൻ്റെ എന്താ പറയുക ഹാർവെസ്റ്റിംഗ് ആൻഡ് റീപ്പിംഗ്, അതായത് എന്താ പറയുക പ്രായപൂർത്തിയായി നിൽക്കുന്ന കൊയ്യാൻ റെഡിയായിരിക്കുന്ന സീസണാണ്. നോസാണ് എക്സ്റ്റേണൽ ഓർഗൻ അല്ലെങ്കിൽ സെൻസ് ഓർഗൻ. സ്മെല്ലാണ് ഇതിൻ്റെ സെൻസ്. സ്കിൻ ആൻഡ് ബോഡി ഹെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മെറ്റൽ എലമെൻറ്റ് കണക്ട് ചെയ്യുന്നത്. ഇത് ഈ മെറ്റൽ എലമെൻ്റ് എനർജി നന്നായിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എമോഷൻ എന്ന് പറയുന്നത് അവർക്ക് നല്ല ധൈര്യമായിരിക്കും, കറേജ് കൂടുതലായിരിക്കും. അതേ സമയത്ത് മെറ്റൽ എലമെൻറ്റ് എനർജി വീക്കാണെങ്കിൽ അവർക്ക് ഗ്രിഫ്നെസ് ഉണ്ടാവുക, അതായത് സങ്കടങ്ങൾ, സാഡ്നെസ്, എപ്പോഴും വന്നിട്ട് ഗ്ലൂമി ആയിരിക്കുക. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും തന്നെ അതിനെക്കുറിച്ചുള്ള സങ്കടങ്ങൾ ഉണ്ടാവുക, അത് അവരെ നിരന്തരം പിന്തുടരുക. അതൊക്കെ വന്നിട്ട് മെറ്റൽ എലമെൻറ്റിൻ്റെ ഇതാണ്. ഫ്ലേവർ നമ്മൾ പറഞ്ഞു, പുഞ്ചൻ്റ് എന്ന് പറഞ്ഞു, അതായത് ഹാർഷായിട്ടുള്ള സ്മെല്ല്, അതായത് ഓണിയൻ, വിനാഗിരി, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരുന്നു നമ്മൾ ലങ്ങിന് പറഞ്ഞത്. തിരിച്ച് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആകുമ്പോൾ ചെറിയൊരു ഡള്ളായിട്ടുള്ള വൈറ്റ്, ഓഫ് വൈറ്റ് എന്നുള്ള പേരിലാണ് പറയുക.
ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ക്രൈയിങ് ആണ്. കാരണം എനർജി ഇംബാലൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സങ്കടങ്ങൾ വരുമ്പോൾ കരച്ചിൽ പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്രൈയിങ് ആണ്. സ്മെല്ലെന്ന് പറയുന്നത് റോട്ടനാണ്, അളിഞ്ഞ സ്മെല്ലാണ് വരുന്നത്. ഇതിൻ്റെ ടൈം നമുക്കറിയാം 3 to 5 ലങ്ങിൻ്റെ ആയിരുന്നു. അപ്പോൾ ലങ്ങിൻ്റെ പെയർ മെറീനായിട്ടുള്ള റാജൻറ്റേഷൻ അതിനെ തൊട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് 5 മണി തൊട്ടിട്ട് 7 മണി വരെ ലാർജ് ഇൻഡസ്ട്രിൻ്റെ സമയമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 5 to 7 കിഡ്നിയാണ് വരിക. ഓക്കെ, ഇപ്പം ഈ സമയത്തിന് ഓപ്പോസിറ്റ് ടൈം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ എക്സാമ്പിൾ, രാവിലെ നിങ്ങൾക്ക് 3 to 7 അകത്താണ് ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് വരുന്നത് എങ്കിൽ അത് ഉറപ്പായിട്ടും മെറ്റലിനെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും. ഓക്കെ, അതേ സമയത്ത് നിങ്ങൾക്ക് ചില ആളുകളിൽ വൈകുന്നേരങ്ങളിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓക്കെ, അതായത് 3 to 7 തന്നെ ഉണ്ടാവും. അത് 5 to 7 അല്ലെങ്കിൽ 3 to 5 അല്ലെങ്കിൽ ഈ 3 to 7 ടൈമിൽ വരികയാണെങ്കിൽ അത് ആക്ച്വലി വന്നിട്ട് മെറ്റലിൻ്റെ കാരണമല്ല. മെറ്റലിന് ഇംബാലൻസ് ഉണ്ടാക്കുന്നത് വാട്ടർ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതായത് നിങ്ങൾക്ക് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി 3 to 7 മോർണിംഗ് ആണ് വരുന്നതെങ്കിൽ അത് പ്യുവർലി മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ആസ്മയോ അല്ലെങ്കിൽ മറ്റേ ആസ്മ അല്ലെങ്കിൽ ബ്രോങ്കിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ കാരണം ഉണ്ടാവുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും മറ്റുമൊക്കെ. അതേ സമയത്ത് ചില ആളുകൾക്ക് വൈകുന്നേരം, എപ്പോഴാണ് ഈ വൈകുന്നേരമുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികവും വന്നിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ നമുക്ക് ഇത് ഒരുപാട് കാണാൻ പറ്റും. എന്താ വെച്ചാൽ അവർക്ക് റിട്ടൻഷൻ, ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുഴപ്പമില്ല. നേരത്തെയൊക്കെ സ്കൂളുകളിൽ ബാത്റൂം ഫെസിലിറ്റി കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ടീച്ചേഴ്സിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ആ ഉള്ള ബാത്റൂം തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പ് സ്കൂൾ പഠിച്ചവർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ബാത്റൂം എങ്ങനെ ഉണ്ടാവുന്നു. സോ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളും അല്ലെങ്കിൽ ടീച്ചേഴ്സും ഒക്കെ വന്നിട്ട് കഴിയുന്നതും ഡേ ടൈമിലൊന്നും അധികം വെള്ളം കുടിക്കാതെ യൂറിൻ പോകാതെ അവർ വെയിറ്റ് ചെയ്തിരിക്കും. സോ അതുകൊണ്ട് വാട്ടർ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയും അത് കാരണം ലങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന വരുന്ന ഒട്ടുമിക്ക ഈ ആളുകളിലും ഈ ഒരു കോമൺ ഫാക്ടർ കാണാൻ പറ്റാം. എന്താ വെച്ചാൽ ഈ 5 to 7 അല്ലെങ്കിൽ 3 to 7 വൈകുന്നേരങ്ങളിൽ വരുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആളുകൾ വെള്ളം ഇൻടേക്ക് ചെയ്യുന്നതിലും യൂറിനേഷനിലും നിറയെ ഇംബാലൻസ് ഞാൻ ഈ കുറച്ച് കാലം എനിക്ക് പ്രാക്ടീസ് ഉള്ളെങ്കിൽ പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത്. അത് എന്ന് പറയുന്ന സമയത്ത് അത് പ്യുവർലി മെറ്റൽ അല്ല, അവിടെ വാട്ടറിൻ്റെ ഇംബാലൻസ് ആണ്. കാരണം വാട്ടർ ഒന്ന് സണ്ണാണെങ്കിൽ മെറ്റൽ എന്ന് പറയുന്നത് മദറാണ്. അപ്പോൾ മകനുണ്ടാവുന്ന ബുദ്ധിമുട്ട് അമ്മയെ ബാധിച്ച് തുടങ്ങിയിരിക്കുന്നതിൻ്റെ സിംറ്റമാണ് ഈ വൈകുന്നേരം വരുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി, ലാർജ് ഇൻഡസ്ട്രിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ അറിയാം, ഇത് യാങ് ഓർഗൻ ആണെന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഫൂ ഓർഗൻ ആണെന്നുള്ളത്. ഇതിൻ്റെ ഫ്ലോ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൈകൾ പൊന്തിച്ചാണ് നിൽക്കുന്നത് അക്യുപഞ്ചറിൻ്റെ ഭാഷയിൽ, അനാട്ടമിക്കൽ പൊസിഷൻ. അതുകൊണ്ട് തന്നെ പറഞ്ഞോളൂ സാർ. ഹലോ സാർ, കേൾക്കുന്നില്ലേ? ഹലോ, വിട്ടുവിട്ടാ കേൾക്കുന്നത്. അതായത് കാലത്ത് 5 to 7, 5 to 7 അല്ല, 3 to 7 കണക്കെടുത്തോളൂ. 3 to 7. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് 3 to 7. ഓക്കെ, അത് സമയമാണ്, അത് എയറിന്റെ സമയം. അതേ സമയം തന്നെ വൈകുന്നേരം 3 to 7 ചില വാട്ടറിന്റെ സമയമാണ്. അതെ, ആ സമയത്താണ് നമുക്ക് ലങ്സുമായി ബന്ധപ്പെട്ട് അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതെങ്കിൽ അത് വാട്ടറിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ എക്സസ് ഉണ്ടായതുകൊണ്ടോ ആണെന്ന് സാർ പറഞ്ഞു. അതെ. അതേ സമയത്ത് നമുക്കത് രാത്രിയാണ്, ഒരു 9 to 3 സമയത്താണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വന്നെങ്കിൽ അപ്പൊ അത് അവിടെ വുഡിന്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടുണ്ടായതാണോ അവിടെ ഇത് വരുന്നത്? അങ്ങനെയാണ്. അതായത് ഏത് ഓർഗന്റെ സമയത്താണ് നിങ്ങൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരുന്നത് വെച്ചാൽ ആ സമയത്തുള്ള ഏത് എലമെന്റ് ആണോ ആ എലമെന്റ് ആണ്. ഇപ്പോൾ നമുക്ക് രാത്രി 11 to 1 o'clock എന്ന് പറയുന്ന സമയത്ത് പ്യുവർലി അത് വന്നിട്ട് മറ്റേ വുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമയത്താണ്. ആ സമയത്താണ് നിങ്ങൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരുന്നതെങ്കിൽ വുഡ് ആൻഡ് മെറ്റൽ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, എല്ലാത്തിനും അങ്ങനെ തന്നെ വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡയഗ്നോസിസ് അവരുടെ അടുത്ത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്തുകൊണ്ടാണെന്നുള്ളത്. പ്യുവർലി മെറ്റലിൻ്റെ ആണ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ആ മെറ്റലിൻ്റെ ടൈം തന്നെയാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുക.
സാർ ഈ എലിമെന്റ്സിന് എന്തിനാണ് സീസൺ കൊടുക്കുന്നത്? സീസൺ ഓട്ടം മറ്റൊരു എന്തിന്റെ ഈ അടിസ്ഥാനത്തിലാണ്? സീസണിലാണ് ആ അസുഖത്തിന്റെ പ്രഭാവം കൂടുക. പീക്ക് ഉണ്ടാകുന്ന ആ സമയത്താ? ഈ അസുഖം കൂടുതൽ ഉണ്ടാവുന്നത് ഈ സമയത്തായിരിക്കും. ഓക്കെ. ഓക്കെ, കാറ്റുകാലത്തല്ലേ നമുക്ക് ലങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ കൂടുതൽ വരിക, മഴക്കാലത്തല്ലല്ലോ. അപ്പോൾ ഫ്ലോ ഓഫ് ഡയറക്ഷൻ ഡൗൺ ആണ്. ലങ്ങിൻ്റെ നമ്മൾ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും, കാരണം ലങ് ചെസ്റ്റിൽ നിന്ന് തുടങ്ങി കൈയിലേക്കാണ്. അതുകൊണ്ട് അത് കൈ ഉയർത്തി നിൽക്കുന്ന പൊസിഷനിലേക്കാണ്. ഫ്ലോ ഓഫ് ഡയറക്ഷൻ അപ്വേർഡ് ആണ്. ലാർജ് ഇൻറ്റെസ്റ്റൈൻ വിരലുകളിൽ നിന്നും ശരീരത്തിലേക്കാണ് അല്ലെങ്കിൽ തലയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഫ്ലോ ഓഫ് ഡയറക്ഷൻ ഡൗൺ ആണ്. ഒറിജിൻ ആൻഡ് എൻഡിങ് ഹെഡ് ടു ഫേസ്, ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും നമ്മൾ അതിനകത്ത് അങ്ങനെ തന്നെ ഇടുന്നു എന്ന് മാത്രം. ഓക്കെ, അതേമാതിരി മൊത്തം നമ്മുടെ അക്യുപഞ്ചർ പോയിൻറ്റ്സ് 20 എണ്ണമാണ് ഉള്ളത്. നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇൻഡെക്സ് ഫിംഗറിൻ്റെ നഖക്കോണിൽ, അത് തള്ളവിരലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ആൻറ്റീരിയർ സൈഡിൽ നഖക്കോണിൽ തുടങ്ങിയിട്ട് നമ്മളുടെ കഴുത്തിലൂടെ വന്ന് ഓപ്പോസിറ്റ് മൂക്കിലാണ് ശരിക്കും അവസാനിക്കുന്നത് കേട്ടോ. ഈ ചിത്രങ്ങൾ വരയാനുള്ള സൗകര്യത്തിനും മറ്റുമൊക്കെ സെയിം സൈഡിൽ, അതേമാതിരി തന്നെ പല മെറീഡിയൻ വീഡിയോ കാണിക്കുന്ന സമയത്തും ലെഫ്റ്റ് സൈഡിലത്തെ മെറീഡിയൻ ലെഫ്റ്റ് സൈഡിലുള്ള മൂക്കിൻ്റെ അവിടെ അവസാനിക്കുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ ട്രഡീഷണലായിട്ട് പഴയ സിസ്റ്റം പ്രകാരം പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലുള്ള മൂക്കിലാണ് പോയിട്ട് അവസാനിക്കുന്നത്. സോ നമ്മൾ എക്സ്റ്റേണൽ മെറീഡിയൻ എന്നുള്ളതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ള കാണുന്ന ചിത്രത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേമാതിരി തന്നെ LI1 LI2 തുടങ്ങി ഷോൾഡറിൻ്റെ അവിടെ വന്നു. ഇൻറ്റേർണലി അത് DU14 കണക്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് DU14 എന്നുള്ളത്. സോ അവിടെ പോയി ലിങ്ക് ചെയ്ത ശേഷം തിരിച്ച് കഴുത്തിൻ്റെ മുന്നിലേക്ക് വരികയും മറ്റേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ക്ലാവിക്കൽ ബോൺ ജോയിൻ ചെയ്യപ്പെടുന്ന അവിടെ നിന്ന് ഒരു മെറീഡിയൻ ഇൻറ്റേർണലി അത് ലങ്സിനെ ടച്ച് ചെയ്തുകൊണ്ട്, ലങ് എന്തുകൊണ്ട് പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഇൻഓർഗൻ ആണ്, അല്ലെങ്കിൽ മറ്റേ ടയേർഡ് ഓർഗൻ ആണ്. അതിനകത്തു കൂടെ വന്ന് തിരിച്ച് ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ പോയി അവസാനിക്കുന്നതാണ് ഇൻറ്റേർണൽ പാത്ത്. എക്സ്റ്റേണൽ പാത്ത് അവിടുന്ന് പിന്നെയും പുറപ്പെട്ട് മറ്റേ കഴുത്തിൻ്റെ അവിടെ നമ്മുടെ എന്താ പറയുക ആഡംസ് ആപ്പിളിൻ്റെ അവിടുന്ന് നേരെ കയറി താടി വഴി മറ്റേ നമ്മുടെ ചുണ്ടിൻ്റെ അതിൽ കൂടെ വന്ന് ഓപ്പോസിറ്റ് ഉള്ള അൽനാസി മൂക്കിൻ്റെ ഈ പൊന്തി നിൽക്കുന്ന ഭാഗത്തിൻ്റെ അവിടുന്ന് അവസാനിക്കുന്ന മെറീഡിയനാണ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ എന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതിനകത്ത് ചുവപ്പ് നിറത്തിൽ കാണുന്നത് എക്സ്റ്റേണൽ പാത്തും ബ്ലൂ ലൈനിൽ ഇൻറ്റേർണൽ പാത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ ചുറ്റുന്ന സമയത്ത് മുകളിൽ കൂടിയാണ് നമ്മൾ പറയുന്നതെങ്കിലും ഒരു ചെറുതായിട്ട് ഈ മെറീഡിയനായിട്ട് ബന്ധപ്പെട്ടിട്ട് ചുണ്ടിൻ്റെ താഴ്വശവും കൂടെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ചില സിസ്റ്റത്തിൽ പറയുന്നത് താടിയിൽ വന്നിട്ട് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യാൻ സഹായിക്കുമെന്ന് പറയാറുണ്ട് ഇല്ലേ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഒരു ചെറിയ കുഞ്ഞു ബ്രാഞ്ച് താഴെയും കൂടെ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിക്കും അത് ഇൻറ്റേർണലി ആണ്, പക്ഷേ അവിടെ വലിയ മറ്റേ ഉള്ളിലേക്ക് പോകാനില്ലാത്തതുകൊണ്ടാണ് ഡോട്ട് ഇട്ടിരിക്കുന്നത്. അത് മെയിൻ മെറീഡിയനായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഇൻറ്റേർണൽ മെറീഡിയനായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും അത് സ്കിന്നിൻ്റെ അടുത്തുകൂടി പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതുവെ പറയാറുണ്ട് കോൺസ്റ്റിപ്പേഷനുള്ള ആളുകൾക്ക് എൻ്റെ വീഡിയോ കാണുന്നുണ്ടാകും നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഒരു പാത്തും കൂടെ അവിടെ കിടക്കുന്നുണ്ട്. ഇന്റേണൽ പാത്ത് ഒന്നും കൂടി പറഞ്ഞുതരോ? ഇന്റേണൽ പാത്ത് വന്നിട്ട് നമ്മൾ മറ്റേ നമ്മുടെ ക്ലാവിക്കൽ ബോണിൻ്റെ അവിടെ വരുന്നുണ്ടല്ലോ, LI16 LI17 വരുന്ന സമയത്ത് നമ്മളുടെ ബോണിൻ്റെ ഒരു മിനിറ്റ് ഞാൻ വീഡിയോ കൂടെ ഇടാം. ഓക്കെ, നമ്മളുടെ കഴുത്തിലേക്ക് മറ്റേ ഷോൾഡറിലൂടെ വന്ന് ഇവിടെ മുന്നിലേക്ക് വന്നിട്ട് LI17 കയറുന്നതിന് മുമ്പുള്ള ജോയിൻറ്റിൽ നിന്നും നേരെ ഒരു പാത്ത് അകത്തുകൂടെ ലങ്സിൻ്റെ അതിൽ കൂടെ ഇറങ്ങി നേരെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് വന്ന് ടച്ച് ചെയ്യും. ബ്ലൂ കളറിൽ കാണുന്നുണ്ടോ സ്ക്രീനിൽ നിങ്ങൾക്ക്? മറ്റേ ലെഫ്റ്റ് ഹാൻഡിൽ വന്നിട്ട് ചെറിയ ചെറിയ ഡോട്ട് ഇട്ടിട്ടുണ്ടാവും. മറ്റേ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബ്ലൂ കളർ മാർക്ക് കാണുന്നുണ്ടോ? ഇപ്പൊ അത് LI11 അവിടെ എത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ കയറി ഇപ്പൊ നോക്കൂ കാണുന്നില്ലേ? ലങ്ങിന്റെ അവിടെ ഒരു ഡോട്ട് കാണുന്നുണ്ടോ? ഒരു 2 ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് ഒരു ഡോട്ട് ഇട്ട വരെ കാണുന്നുണ്ടോ? ആർക്കും കാണുന്നില്ല?
അത് അത് മറ്റേ ഡിക്ലൈൻ വീഡിയോ ഇമേജ് ആയതുകൊണ്ട് ഫ്ലോ അറിയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇപ്പം ആ ബ്ലൂ കളറാണ് ഇന്റേണൽ മെറീഡിയൻ. ഓക്കെ ആണോ? ഓക്കെ. ഇന്റേണലിൽ പോകുമ്പോൾ അത് ലാർജ് ഇൻഡസ്ട്രീനെയും അതേമാതിരി തന്നെ ലങ്ങിനെയും ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് ലാർജ് ഇൻഡസ്ട്രീൻ്റെ ഇന്റേണൽ മെറീഡിയൻ്റെയും എക്സ്റ്റേണൽ മെറീഡിയൻ്റെയും പാത്തയാണ്. സോ അങ്ങനെ പോകുമ്പോൾ അത് ലങ്ങിനെയും ലാർജ് ഇൻഡസ്ട്രീനെയും കണക്ട് ചെയ്യുന്നത് ഉള്ളിലുമാണ്, അത് പുറത്ത് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് വന്നിട്ട് തുടങ്ങുന്നതും അവസാനിക്കുന്നതാണ്. ഇതൊന്നും നമ്മൾ മുഴുവനും പറയേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ കൂടുതൽ ഇതാവുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. നമുക്കടുത്തത് പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, LI1 എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, അതിൻ്റെ ചൈനീസ് നെയിം അടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൈനീസ് നെയിമിൻ്റെ ട്രാൻസ്ലേഷൻ തൊട്ടിപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. നമുക്കത് ആൾറെഡി LI1 നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഇൻഡെക്സ് ഫിംഗറിലാണ് ഉള്ളത്. നഗക്കോണിൻ്റെ 0.1 ഷൂണിലാണ് വരുന്നത്. ഓക്കെ, അത് ജിങ്വൽ പോയിൻ്റാണ്. മെറ്റൽ എലമെൻ്റ് ആയതുകൊണ്ട് ഇത് മെറ്റലിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. എന്തിനൊക്കെ ഇതിന് ഇൻഡിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ സോർ ത്രോട്ടിൽ ഉണ്ടാവുന്ന സോർനെസ്സിന്, അതേമാതിരി പല്ലുവേദനയ്ക്ക് ഈ പോയിന്റ് നിങ്ങൾ പ്രഷർ ചെയ്യുന്നത് നല്ലതാണ്. അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞു, ചില ആളുകളിൽ നീഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തലചുറ്റലോ അല്ലെങ്കിൽ മറ്റേ അൺകോൺഷ്യസോ ആവാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഫസ്റ്റ് 3 സിറ്റിങ്ങിൽ തന്നെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പുതിയ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ അടുത്ത് തന്നെ നിൽക്കാൻ ശ്രമിക്കണം. അല്ലാതെ നീഡിലിട്ടിട്ട് കുറച്ച് നിങ്ങളെല്ലാം പിന്നെ സിംഗിൾ നീഡിലായതുകൊണ്ട് ആ ഇഷ്യൂ വരില്ല. മൾട്ടി നീഡിൽ ഹാഫ് ആൻ അവർ ഒക്കെ ഇടുന്ന സമയത്ത് നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ചിലർക്ക് അൺകോൺഷ്യസ് ആവും, ചിലർക്ക് വേർക്കും, ചിലർക്ക് തല ചുറ്റും. ഈ സമയത്ത് അവർക്ക് നമ്മളോട് ചിലപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അവരങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും, പെട്ടെന്ന് കൊളാപ്സ് ആയിട്ട് വീഴുക ചെയ്യാം. ഓക്കെ, പേടിക്കാനൊന്നുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നീഡിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ LI11ലും LI1ലും ഒരു 3 മിനിറ്റ്സ് നിങ്ങൾ ജസ്റ്റ് പമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി. പമ്പിങ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ നോർമലിലേക്ക് വരും. പിന്നെ എക്സസ് ആയിട്ട് അവരുടെ ശരീരത്തിനകത്ത് റിട്ടൻഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസിയോ അല്ലെങ്കിൽ യൂറിനേഷൻ ടെൻഡൻസിയോ കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസോ ഉണ്ടാവും. അത് കഴിഞ്ഞോണം അവർ കംഫർട്ടബിൾ ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ കോമ കാസ്ഡ് ബൈ ഫെബ്രിയൽ ഡിസീസ്, അത് പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൺകോൺഷ്യസ് സ്റ്റാറ്റസ്, അതായത് ചിലർക്ക് പനി വരുന്ന സമയത്ത് തന്നെ അബോധാവസ്ഥയിലേക്ക് വീഴും തെന്നിയിട്ട്. അല്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് കോമയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ LI11 നല്ലതാണ്. അതേമാതിരി തന്നെ ഇൻഡെക്സ് ഫിംഗറിൽ ഉണ്ടാവുന്ന പ്രത്യേകിച്ച് അറ്റത്ത് മറ്റേ ഇൻഡെക്സ് ഫിംഗറിൻ്റെ അറ്റങ്ങളിൽ ഉണ്ടാവുന്ന നംനെസ്സിന് നല്ലതാണ്. പിന്നെ ഈ നംനെസ് കൈവിരലുകളിൽ പൊതുവെ തള്ളവിരലിലും ഇൻഡെക്സ് ഫിംഗറിലൊക്കെ ഒരുപാട് പേര് പറയും. ഇത് ആക്ച്വലി വന്നിട്ട് നമ്മൾ നീഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൽക്കാലം റെമഡി കിട്ടും, പിന്നീട് പിന്നെയും ഒക്കൂർ ചെയ്യും. അതിൻ്റെ പ്രധാന റീസൺ എന്താ വെച്ചാൽ പലപ്പോഴും ഈ നംനെസ് എന്ന് പറഞ്ഞത് സെർവിക്കൽ സ്പോണ്ടിലിറ്റീസുമായിട്ട് സെർവിക്കലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ DU14നെ ഡ്രാഗൺ നീഡിൽ എന്ന് പറയും. അതായത് ഡ്രാഗൺ നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, ഇപ്പം നമ്മൾ മറ്റേ ധാരയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എണ്ണയൊക്കെ പാത്തി കെട്ടി വെക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ അല്ലേ, ഈ ഗോതമ്പ് മാവ് കൊണ്ട് ചുറ്റും ഒരു റൗണ്ട് കെട്ടിയിട്ട് അതിൻ്റെ നടുവിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെ. അപ്പോൾ ആ എണ്ണ താഴോട്ട് പോകാത്തതുപോലെ നീഡ്ലിങ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മുറിവൊക്കെ ഉണ്ടെന്ന് വയ്ക്കുക, ആ മുറിവൊക്കെ ഉണങ്ങാൻ, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ കാലിൽ വന്നിട്ട് മറ്റേ യാണി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, അതൊക്കെ പോകാൻ ഈ ഡ്രാഗൺ നീഡ്ലിങ് വളരെ ബെസ്റ്റാണ്. എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനെങ്ങനെ കാണിച്ചു തരും. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ സ്ക്രീൻ ഇടാം, എന്നിട്ട് നമുക്ക് തിരിച്ചതിലേക്ക് വരാം. ഒരു മിനിറ്റ്. ഞാൻ ഡ്രോയിങ്ങിൽ അത്ര വലിയ മാസ്റ്ററൊന്നും അല്ല, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് സഹിച്ചോണേ. അതായത് എക്സാമ്പിൾ, ഒരാൾക്ക് ഒരു മുറി ഇതേമാതിരി ഷേപ്പ് വരില്ല, ഞാൻ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി ഇടുന്നു എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നീഡിൽ ചെയ്യണ സമയത്ത് എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ റെഡിഷ് കളറിൽ വാട്ടർ ഇറ്റ് മേ ബി, ഒറ്റ മിനിറ്റ്.
ഡ്രാഗൺ നീഡിൽ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നീഡിൽ നമ്മൾ ആദ്യം മറ്റേ ഇത് ഇത്തിരി ചരിച്ചിട്ടാണ് ഈ നീഡിലിടുക ടുവേർഡ്സ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക നീഡിലിടുന്നതെങ്കിൽ ഓപ്പോസിറ്റും അതേമാതിരി ഒരു നീഡിലിടുക. അതേമാതിരി ഈ സൈഡും ഇടുക. ഇങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ഈ രണ്ടെണ്ണം വീതം ഇടുക. എത്രണ്ണം വരെ ഇടാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇടാൻ പറ്റുമോ അത്ര ഇടാം. ഒറ്റയായിട്ട് ഇടാറില്ല. 2, 4, 6, 8, 10, 12 ഡിപ്പെൻസ് അപ്പോൺ ദ വലിപ്പം അനുസരിച്ചിട്ട്. അവിടെ മുറിയിൽ കൊണ്ടിടാൻ പാടില്ല. മുറിയുടെ നിയറസ്റ്റ് പ്ലേസിൽ എവിടെ നീഡിലിടാൻ പറ്റുമോ അവിടെ. അങ്ങനെ ഇടുന്ന സമയത്ത് സ്ലാൻഡിങ് ആയിട്ട് വേണം ഇടാൻ. 15 ഡിഗ്രിയോ 45 ഡിഗ്രിയോ സ്ലാൻഡിങ് ആയിട്ട് നീഡിലിടുക. പിന്നെ മുറിവല്ലാതെ ഒരു സ്വെല്ലിങ്ങോ മറ്റുള്ള കാര്യങ്ങളാണ് വലിയ പ്രോബ്ലം ഇല്ലാത്താണെങ്കിൽ വേണമെച്ചാൽ ഒരെണ്ണം നടുവിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷേ ഈ നടുവിലിടുന്നത് ഡ്രാഗൻ്റെ പാർട്ടായിട്ട് വരത്തില്ല. ഈ സറൗണ്ട് ചെയ്ത് ഇടുന്നതിനെയാണ് ഡ്രാഗൺ നീഡിൽ എന്ന് പറയുക. അതായത് ചുറ്റും നീഡിലിടുക. ഇടുന്ന സമയത്ത് എവിടെയാണോ ഇട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആദ്യം ഇടുക, അതിനുശേഷം വേറൊന്ന് ഇടുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഇടുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഇടാൻ പറ്റുമോ 10, 12 ഇടാൻ പറ്റുമെങ്കിൽ അത് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എങ്ങനെയുള്ള സാധനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും എന്താണ് മുറിവുകൾ, അതേപോലെ തന്നെ മറ്റേ ഈ ആണി പോലെയുള്ള അസുഖങ്ങൾ, സ്വെല്ലിങ്, ഇങ്ങനെയുള്ള തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്കിതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റും. അതായത് ഒരു ആണി ഉണ്ടെങ്കിൽ ആണിയുടെ സൈഡിൽ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കാനാ? അതെ അതെ. ഇടുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരു പ്രോട്ടോകോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിയുന്നതും ഇടുന്ന സമയത്ത് ഒന്നിട്ട് ഓപ്പോസിറ്റ് ഇടുന്നത് പോലെ എടുക്കുമ്പോഴും വന്നിട്ട് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. അങ്ങനെയുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ LI1 ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ടോ? അവിടെ ഭയങ്കര വേദനയുള്ള സ്ഥലമല്ലേ? LI2 ഭാഗത്തേക്ക് ചരിച്ചിട്ട് കൊടുത്താൽ മതി. അത് സ്കിന്നിൽ നിന്നാൽ മതി. നിങ്ങൾക്ക് എപ്പോഴും ജിങ്വൽ പോയിന്റിൽ ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവിടെ പ്രിക്ക് ചെയ്ത് നിന്നാൽ മതി. ഒരു ഡ്രോപ്പ് ബ്ലീഡിങ് വന്നാൽ കൂടെ കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. പെട്ടെന്ന് ഹീറ്റ് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ജിങ്വൽ പോയിന്റ്സിലെല്ലാം തന്നെ പ്രിക്ക് ചെയ്ത് ബ്ലീഡ് ചെയ്യുന്നത് വളരെ നല്ല റിസൾട്ടും കിട്ടും. പെട്ടെന്ന് ഹീറ്റ് റിലീസ് ആവും. ചെസ്റ്റ് ഏരിയയ്ക്ക് നല്ല റിലാക്സ് കിട്ടും. അങ്ങനെ നിങ്ങൾ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് പ്രിക്ക് ടു ബ്ലീഡാണ്, അല്ലാണ്ട് ഹിജാമേ ചെയ്യുന്ന മാതിരിയല്ല. ജസ്റ്റ് ഒരു കുത്തിൽ കേട്ടോ. അതേമാതിരി ഡെഫ്നെസ്സിന് ഈ പോയിന്റ് നല്ലതാണ്. കാത് കേൾക്കാതിരിക്കുന്നത് ബൈ ബർത്ത് അല്ല, ഇടയിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസിന്. ഇതിൻ്റെ ഫങ്ഷൻ, ഈ LI1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഫങ്ഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നു. എന്തുകൊണ്ടാണ്? ജിങ്വൽ പോയിന്റുകൾക്കെല്ലാം തന്നെ ഹീറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഫങ്ഷൻ അതിൻ്റെ പ്രയോറിറ്റിയാണ്. കൈമുട്ടിന് താഴെയുള്ള എല്ലാ പോയിന്റ്സും ഉണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല പോയിന്റുകളാണ് ജിങ്വൽ എന്നുള്ളത്. അതേമാതിരി തന്നെ കോൺഷ്യസിനെ റീസ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റാണ്. അതേമാതിരി ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ വളരെയേറെ കണക്റ്റഡ് ആണ്. കാരണം മെറീഡിയൻ പോകുന്ന വഴിയാണ്. അപ്പോൾ ഏതൊരു മെറീഡിയനും ഏതൊക്കെ വഴിയിലൂടെ പോകുന്നുണ്ടോ ആ വഴിയിലുണ്ടാവുന്ന ഇഷ്യൂസിനെയൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ആ മെറീഡിയനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഇത് ത്രോട്ടിനെയും ബെനിഫിറ്റ് ചെയ്യുന്നതാണ്. ഓപ്പോസിറ്റിലുള്ള മെറീഡിയൻ്റെ പാത്തിനെ ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാൻ നമുക്ക് ജിങ്വൽസ് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. നമ്മൾ ഗ്രൂപ്പിംഗ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ ജിങ്വലിൻ്റെ ഫങ്ഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇടുന്ന സമയത്ത് കഴിയുന്നതും സ്ലോപ്പ് ചെയ്ത് ഇടാൻ നോക്കുക. 0.1% വേണ്ടൂ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അവിടെ നീഡിൽ നിന്നാൽ മതി. കുത്തി ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല. ലൊക്കേഷൻ നിങ്ങൾക്കറിയാം. ലൊക്കേഷൻ എങ്ങനെയാണ് നഖത്തിൻ്റെ കോണിൽ എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ LU11 പറയുമ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കൂ, LU11 നഖത്തിൻ്റെ ആ എഡ്ജിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഈ നമുക്ക് ഇട്ടിരിക്കുന്ന ചിത്രത്തിൽ LU11 ശരിക്കും തെറ്റാണ്. കുറച്ചുകൂടെ താഴേക്ക് വരണം. അതേമാതിരി തന്നെ LI1 എടുക്കുന്ന സമയത്തും നിങ്ങളുടെ നഖത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു ലൈൻ ഉണ്ടാവും. അതിൻ്റെ താഴേന്ന് ഒരു വര വരച്ചിട്ട് എടുക്കണം. മനസ്സിലായല്ലോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നീറ്റായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് നേരെ പോയി നഖത്തിന് ഡാമേജ് ചെയ്യും കേട്ടോ. സോ LI1 എന്നുള്ള ലൊക്കേഷൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആൾറെഡി യൂസ് ചെയ്യുന്നതുമാണ്. അത് കഴിഞ്ഞാൽ LI2 എന്നുള്ളതാണ് സെക്കൻഡ് സ്പേസ് എന്ന് പറയുന്നതാണ് ട്രാൻസ്ലേഷൻ.
എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി പറയുകയാണെങ്കിൽ നമ്മളുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ മൂന്നാമത്തെ വിരൽ എൻ്റെ അവിടെ ഒരു ചെറിയൊരു ലൈൻ ഉണ്ട്, അത് ഫിനിഷ് ചെയ്യുന്ന ഭാഗത്ത് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, നിങ്ങളുടെ മറ്റേ ഇൻഡെക്സ് ഫിംഗറിൽ മറ്റേ ഫസ്റ്റ് ക്രീസ്, സെക്കൻഡ് ക്രീസ്, തേർഡ് ക്രീസ്, ഈ തേർഡ് ക്രീസ് ഫിനിഷ് ചെയ്യുന്ന ഇരുനിറം ചേരുന്ന ഭാഗം. ഓക്കെ, ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ നിൽക്കും. കാരണം ആ പോയിന്റ് കഴിഞ്ഞാൽ ഒരു കയറ്റാണ്. നമ്മുടെ ഒട്ടുമിക്ക അക്യുപഞ്ചർ പോയിന്റുകളും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇരുനിറം ചേരുന്ന ഭാഗത്താണ് അവിടെ ചെറിയൊരു കുഴി ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ LA2 എന്ന് പറയുന്നത്. ഇൻസ്പ്രിങ് പോയിന്റ് ആണ്. അപ്പോൾ യാങ് മെറീഡിയൻ ആയത് കഴിഞ്ഞാൽ മെറ്റൽ കഴിഞ്ഞാൽ വാട്ടർ പോയിന്റ് ആണ്. ഓക്കെ, എന്തിനൊക്കെ ഉപയോഗിക്കാം? ടൂത്ത് ഏക്ക് നല്ലതാണ്, പല്ലുവേദനയ്ക്ക് നല്ലതാണ്, സോർ ത്രോട്ടിന് നല്ലതാണ്. കാരണം അതായത് ജിങ്വെല്ലും ഇൻസ്പ്രിങ്ങും ആൾമോസ്റ്റ് സെയിം ഡിസീസിനെ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റുകളാണ്. അതേമാതിരി തന്നെ കണ്ണിലുണ്ടാകുന്ന റെഡ്നെസ്സിനും പെയിനിനും ഒക്കെ ഈ ഭാഗത്ത് നിങ്ങൾ മസാജ് ചെയ്യുന്നതും നീഡിൽ ചെയ്യുന്നതും റിസൾട്ട് കിട്ടും. അതേമാതിരി തന്നെ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ജോയിൻറ്റ്സ് ഇൻ ദ ഇൻഡെക്സ് ഫിംഗർ, ഇൻഡെക്സ് ഫിംഗറിൽ ഉണ്ടാകുന്ന ജോയിൻസിനും മറ്റുമൊക്കെ നല്ലതാണ്. ഇങ്ങനെ ഇൻഡെക്സ് ഫിംഗറിലെ ജോയിൻസിൽ സ്വെല്ലിംഗ് ആൻഡ് പെയിൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് മൈൻഡിൽ കയറിക്കോണം കേട്ടോ. ഇപ്പോൾ ഒരാൾക്ക് വന്നിട്ട് RA ഫാക്ടർ കൂടുതലാണ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരാൾക്കാണ്, അയാൾക്ക് നിങ്ങൾക്ക് മറ്റേ ഇൻഡെക്സ് ഫിംഗറിൽ മാത്രമല്ല ആൾമോസ്റ്റ് എല്ലാ ജോയിൻറ്റിലും പെയിൻ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ നീഡിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നീഡിലിട്ട സമയത്ത് കുറയുന്നല്ലാതെ പിന്നീട് അത് റീബിൽഡ് ആവും. കാരണം അതൊരു ക്രോണിക് ഡിസീസാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഇൻസ്പ്രിങ്ങും മറ്റേ ജിങ്വെല്ലും ഒക്കെ വന്നിട്ട് അക്യൂട്ട് കേസിനാണ് ഉപയോഗിക്കുക, ക്രോണിക്കിലല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് കുറേ നമ്മൾ സിസ്റ്റം പറഞ്ഞു അല്ലേ, അപ്പോൾ അതിനെല്ലാം നമ്മൾ ബേസ് ചെയ്തിട്ട് വേണം മറ്റേ നീഡിൽ ചെയ്യാൻ. അതല്ലാണ്ട് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് വരുന്നത് തന്നെ അയാൾക്ക് സിംറ്റം അയാളുടെ ശരീരത്തിൽ കാണാൻ തന്നെ ചിലപ്പോൾ 2 or 3 ചിലവർക്കൊക്കെ 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ സിംറ്റം തന്നെ വരിക. അങ്ങനെ വന്നവർക്കൊക്കെ നമ്മൾ 1 or 2 സിറ്റിങ്, കുറച്ച് സിറ്റിങ് ഇട്ടത് ഉടനെ പെയിനും മറ്റൊന്നും മാറത്തില്ല. ഓക്കെ, പിന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് വന്നിട്ട് നമ്മുടെ ന്യൂറോ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനെ ലിവറിനെ നോക്കണം, അങ്ങനെ കുറേയേറെ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മൾ നിരന്തരം കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഈ പഠിത്തമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും പുസ്തകങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വായിക്കണം. അങ്ങനെ ഒരു പുസ്തകത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ പതുക്കെ പതുക്കെ വായിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ ശരിക്കത്തുള്ള അർത്ഥതലങ്ങളും വ്യാപ്തിയും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ജിങ്വെല്ല് പോലെ തന്നെയാണ് ഇൻസ്പ്രിങ്. ക്ലിയേഴ്സ് ദ ഹീറ്റ്, റെഡ്യൂസസ് സ്വെല്ലിംഗ്, റിലീവ്സ് പെയിൻ. ഓക്കെ, പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ നീഡിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. 0.2 to 0.3 ചൂൺ വരെ നിങ്ങൾക്ക് ഇവിടെ നീഡിൽ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് തന്നെയാണ്. അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്കറിയാം. മറ്റേ ഇപ്പോൾ ഈ എൻ്റെ മൗസ് കാണുന്നുണ്ടാകും LA2, ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് അത്ര ക്ലിയർ അല്ല, കുറച്ചുകൂടി മുകളിലായിട്ടായിട്ട് വരും. കാരണം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആവുന്ന ചിത്രങ്ങളാണ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇതിടുന്നു എന്ന് മാത്രം. എപ്പോഴും നിങ്ങൾ ഏത് പോയിന്റിൽ ചെയ്യുന്നതിന് മുമ്പും പ്രസ് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ പോയിന്റിൽ ആദ്യം പ്രസ് ചെയ്യുക, എന്നിട്ട് ലൊക്കേഷൻസ് മനസ്സിലായ ശേഷം ക്ലയൻറ്റിൻ്റെ ശരീരത്തിനകത്ത് ഈ ഏത് നീഡിൽ, സിംഗിൾ നീഡിൽ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ടച്ച് ചെയ്ത് പാൽപ്പേറ്റ് ചെയ്തിട്ട് ഇടുന്ന സമയത്ത് കൂടുതൽ റിസൾട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സിൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഇതിൽ ഏതെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് സക്സസ് ഉണ്ടെങ്കിൽ തമ്മിൽ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാവും. അപ്പോൾ ഗ്രൂപ്പിലെങ്കിലും അത് ഡിസ്കഷൻ വയ്ക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ LA3 എന്നുള്ള പോയിൻ്റാണ്. ഷൂ സ്ട്രീം പോയിൻ്റാണ്, തേർഡ് പോയിൻ്റാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എപ്പോഴും മെറീഡിയൻ പോയി കഴിഞ്ഞ് ഒരു നമ്മളിങ്ങനെ മെറീഡിയൻ ഇവിടുന്ന് കൈവച്ച് ഇവിടെ എത്തിയാൽ തനിയെ നിൽക്കും, നമ്മളൊന്ന് പൊന്താണ്ട് വരും, ഒരു കയറ്റാണ്. ഓക്കെ, ഈ കയറ്റം കയറി ഇറങ്ങിയ ഉടനെ ഉള്ള കുഴിയിലുള്ള വരുന്ന പോയിൻ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ തൊടുന്ന സമയത്ത് സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴി ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും വന്നിട്ട് ഒരു ബോണിൻ്റെ തൊട്ട് മുന്നേ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് കയറി ഇറങ്ങിയ ഉടനെയുള്ള കുഴിയിലും ഒരു പോയിന്റ് ഉണ്ടാവും. ഒട്ടുമിക്ക പോയിന്റുകളും നമ്മുടെ ശരീരത്തിനകത്തുള്ളതൊക്കെ തന്നെ അധികവും ഒരു ബോണിൻ്റെ അടുത്തായിരിക്കും, അവിടെ ഒരു ചെറിയൊരു കുഴിയും ഉണ്ടാവും. ഓക്കെ, ഒട്ടുമിക്കതും, എല്ലാം എന്നല്ല. ഓക്കെ, സോ ഇത് മൂന്നാമത്തെ പോയിന്റാണ്. LA2ൻ്റെ ബോണിൽ നിന്ന് കയറി ഇറങ്ങിയ ഉടനെ ഉള്ള കുഴി. ദയവായിട്ട് പറയുമ്പോൾ നിങ്ങൾ തന്നെ പ്രസ് ചെയ്ത് നോക്കുക. ഇത് ഷൂ സ്ട്രീം പോയിൻ്റാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻസ്പ്രിങ്ങും ഷൂ സ്ട്രീമും പോയിന്റും കൂടെ പെയിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനും മറ്റുമൊക്കെ വളരെ നല്ല പോയിൻ്റാണെന്ന് ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേമാതിരി തന്നെ കണ്ണിനുണ്ടാവുന്ന വേദന,
ഓക്കെ, വളരെ നല്ല പോയിന്റാണിത്. പല്ലുവേദനയ്ക്ക് നല്ലതാണ്, സോർ ത്രോട്ടിന് നല്ലതാണ്. ഈ പല്ലുവേദനയും സോർ ത്രോട്ടും LI2-നും LI1-നും കൂടെ ബാധകമാണ്. ഓക്കെ, അതേമാതിരി തന്നെ കണ്ണിന് ചുവപ്പുണ്ടെങ്കിൽ LI3-നേക്കാളും നല്ലത് നമുക്ക് LI2 ആയിരിക്കും. അതേമാതിരി പനി ഉണ്ടെങ്കിൽ പനിക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ റെഡ്നെസ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഡോർസം ഓഫ് ദ ഹാൻഡ്, നമ്മുടെ പുറം വശത്തുള്ള കയ്യിൽ വരുന്ന ഭാഗങ്ങളിൽ ചുവന്ന നിറമോ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഈ LI3 നല്ലതാണ്. ഇത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റിനെ ക്ലിയർ ചെയ്യുന്നു, അതേപോലെ തന്നെ വിൻഡിനെയും ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ വിൻഡ് ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഒരാൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഈ പോയിന്റ് കുറച്ച് നല്ലതായിരിക്കും. കാരണം ഇറ്റ് ക്ലിയേഴ്സ് ദ ഹീറ്റ് ആസ് വെൽ ആസ് ദ വിൻഡ്, ബെനിഫിറ്റ്സ് ദ ഐസ് ആൻഡ് ത്രോട്ട്. ഐയിനും ത്രോട്ടിനും നല്ല പോയിന്റാണ്. ഓക്കെ, നീഡ്ലിംഗ് 0.5 to 0.8 ചൂൺ ചെയ്യും. ഞാൻ ഇതെല്ലാത്തിനും വായിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ഇതറിയാം. നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഫങ്ഷൻ മെയിനായിട്ട് പഠിക്കണം. ഓക്കെ, ഡിപ്ലോമ വരെ ഇൻഡിക്കേഷൻസിന് പ്രാധാന്യമാണ്. ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ഫങ്ഷൻസ് മനസ്സിനകത്ത് ഉണ്ടാവണം. ഓക്കെ, LI3യുടെ ലൊക്കേഷൻ, LI2 ഒരു ജോയിൻറ്റിൻ്റെ അവിടെയാണ്. ആ ജോയിൻറ്റ് കയറി ഇറങ്ങിയ ഉടനെയുള്ള കുഴിയിലാണ് LI3 വരുന്നത്. നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ട് ആ കുഴി കാണാൻ പറ്റും. അത് ഇരുനിറം ചേരുന്നവിടെയല്ല, അതിൻ്റെയും കുറച്ച് മുകളിലായിട്ടായിരിക്കും വരിക, അത്രയേ ഉള്ളൂ. അടുത്തത് LI4 ആണ്. നിങ്ങൾക്കറിയാം LI4 എന്ന് പറയുന്നത് പല തെറാപ്പിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഈ LI4. ഓക്കെ, LI4 ആൾമോസ്റ്റ് എല്ലാ ഡിസീസിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതൊരു യുവാൻ സോഴ്സ് പോയിന്റാണ് ലാർജ് ഇൻഡസ്ട്രിയനിലെ എല്ലാ യുവാൻ സോഴ്സ് പോയിന്റും എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഇൻ മെറീഡിയനിലെല്ലാം തന്നെ എർത്ത് പോയിന്റ് ആയിരിക്കും യുവാൻ സോഴ്സ് എന്ന് പറയുന്നത്. യാങ് മെറീഡിയൻ എന്നുള്ളത് പറഞ്ഞു വരുന്നതൊക്കെ എന്താ വെച്ചാൽ മറ്റേ മെറ്റൽ, വുഡ്, ഫയർ. LI3 എന്നുള്ളത് ഫയർ പോയിന്റാണ്. യാങ് മെറീഡിയൻ എല്ലാത്തിലും തന്നെ ഈ ഫയർ പോയിന്റ് കഴിഞ്ഞ് വരുന്നത് എക്സ്ട്രാ പോയിന്റ് ആണെങ്കിലും ശരി, എലമെന്റ് പോയിന്റ് ആണെങ്കിലും ശരി, അതെല്ലാം യുവാൻ സോഴ്സ് പോയിന്റ് ആയിരിക്കും. ഒരിക്കലും പറയാം, ഇൻ മെറീഡിയനിലെ യുവാൻ സോഴ്സ് പോയിന്റ് ഒക്കെ എർത്ത് പോയിന്റ് ആണ്. യാങ് മെറീഡിയനിലാണെങ്കിൽ ഫയർ കഴിഞ്ഞ് വരുന്ന അടുത്ത പോയിന്റ് ആയിരിക്കും യുവാൻ സോഴ്സ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? ലൊക്കേഷൻ അറിയാലോ. ഓക്കെ, അതിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. ഓരോ ചിത്രവും ഓരോ പോലെയാണ് ഞാനത് കാണിച്ചു തരുന്നത്. അപ്പോൾ 2 ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് പല ബുക്കുകളും പറയുന്നത് കൈകളിനെ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് പറഞ്ഞോളൂ. യാങ് മെറിഡിയനിൽ ഫയർ കഴിഞ്ഞ അടുത്ത പോയിന്റ് യുവാൻ സോഴ്സ് പോയിന്റ് ആയിരിക്കും. അതെ, ഇപ്പോ നമുക്ക് LI3 ഫയർ അല്ലല്ലോ. LI3 ഫയർ അല്ലേ, വാട്ടർ അല്ലേ? അല്ല, LI3 വന്നിട്ട് മറ്റേ വുഡ് കഴിഞ്ഞിട്ട്, ഫയർ അല്ല, വുഡ് കഴിഞ്ഞിട്ട്, വുഡ് കഴിഞ്ഞ് വരുന്ന പോയിന്റ് ആയിരിക്കും യുവാൻ സോഴ്സ് പോയിന്റ്. ഓക്കെ, ലാർജ് ഇൻഡസ്ട്രിയനിലെ ഞാൻ പറഞ്ഞതിൽ തെറ്റി. ഇതാണ് സംശയങ്ങൾ അപ്പം തന്നെ ചോദിക്കണം പറഞ്ഞത്. സാർ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിത് ആസച്ച് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. അതായത് മെറ്റൽ, വാട്ടർ, വുഡ് കഴിഞ്ഞ് വരുന്ന പോയിന്റ് എല്ലാ മെറീഡിയനിലും അങ്ങനെ തന്നെയാണ്. വുഡ് കഴിഞ്ഞ് വരുന്ന പോയിന്റ് ഫയർ ആണെങ്കിലും എക്സ്ട്രാ പോയിന്റ് ആണെങ്കിലും എന്ന് പറയുന്നത് അവിടെ ഞാൻ അറിയാതെ ഫയർ എന്ന് പറഞ്ഞു പോയി. ഓക്കെ, വുഡ് കഴിഞ്ഞ് വരുന്ന ഏത് പോയിന്റ് ആണെങ്കിലും ശരി, അത് എക്സ്ട്രാ പോയിന്റ് ആവാം അല്ലെങ്കിൽ എലമെന്റൽ പോയിന്റ് ആണെങ്കിൽ ഫയർ ആണല്ലോ വുഡ് കഴിഞ്ഞാൽ. ഓക്കെ, ആ പോയിന്റ് ആയിരിക്കും യുവാൻ സോഴ്സ് പോയിന്റ്. ഓക്കെ, അതേമാതിരി തന്നെ ലാർജ് ഇൻഡസ്ട്രിയലിന്റെ LI4 എടുക്കുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ആണ് പറയാറുള്ളത്, പൊതുവെ ബുക്കിൽ കാണാറുള്ളത്. ഒന്ന്, നമ്മളിങ്ങനെ കൈകൾ ചേർത്ത് വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പൊന്തി നിൽക്കുന്ന ഭാഗമാണ് LI4 എന്ന് പറയാറുണ്ട്. പിന്നെ ചില ട്രഡീഷണലായിട്ട് ബുക്കിൽ പറയുന്നത് ഈ ബോണിന്റെ, ഈ മെറ്റാകാർപ്പൽ ബോണിന്റെ, രണ്ടാമത്തെ മെറ്റാകാർപ്പൽ ബോണിന്റെ ഏകദേശം മധ്യഭാഗത്ത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രഷർ ചെയ്യണ സമയത്ത് ഇത് പ്രഷർ ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്, നീഡിൽ ചെയ്യുമ്പോഴും കിട്ടിയിട്ടുണ്ട്, ബോണിൻ്റെ അടുത്തിടുന്ന സമയത്തും ഈ എന്താ പറയുക ഇതേ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് തൊടുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്, ഓക്കെ, നിങ്ങളിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല പെയിൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മസിൽ ഏരിയനെ പ്രിഫർ ചെയ്യുക. അതല്ല, ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിൽ ജസ്റ്റ് ബോണിൻ്റെ തൊട്ടടുത്ത് പ്രസ് ചെയ്യുമ്പോൾ അവിടെ പെയിൻ കിട്ടും.
ഓക്കെ, ഞാൻ ഈ പറയണത് പരീക്ഷയ്ക്ക് എഴുതാനല്ല, മറിച്ച് നിങ്ങൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഈ റിസർച്ചിൽ സാർ കേട്ടില്ല. ഇപ്പൊ അടുത്തൊരു ക്ലാസ് ഞാൻ കേൾക്കാനിടയായി, സെമിയുള്ള സാറിന്റെ ആ ക്ലാസ്സിൽ. ആ അദ്ദേഹം ആ പറയുന്നത് പുതിയ റിസർച്ചിൽ കണ്ടെത്തിയിട്ടുള്ളത് ആ ലാർജ് ഇൻഡസ്ട്രി ആ 4 എല്ലിനോട് ചേർന്ന ഭാഗമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ പ്രഷർ ചെയ്യുമ്പോൾ ആ ഭാഗം മൊത്തം അത് നമുക്ക് ആക്ച്വലി കിട്ടുന്നുള്ളത് അല്ല, സാറ് ഞാനിത് കേൾക്കുന്നില്ല. മറ്റേ ഞാൻ റിസർച്ച് പോലെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. എന്താ പ്രശ്നം ആ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലാർജ് ഇൻഡസ്ട്രിയൻ 4 മറ്റേ എല്ലാ മെറീഡിയനിലും ചെറിയ ചെറിയ ശാഖകളുണ്ട്. പക്ഷേ LI4 ഉം. മാത്രം അങ്ങനെ ശാഖയായിട്ട് പറയാൻ പറ്റത്തില്ല. 2 റീസണാണ്. ഒന്ന്, ഈ LI4ൻ്റെ ചേർന്ന് വരുന്ന ബോണിൻ്റെ അവിടെ ടുങ് അക്യുപഞ്ചറിൽ പോയിന്റ് വരുന്നുണ്ട്. അതെ അതെ അതെ. ഓക്കെ, മേ ബി ജിങ്കുതബായ് അതായിരിക്കാം. അല്ല, ആ ജിങ്കുതബായ് വരുന്നത് അല്ലല്ലോ സാറ്. എന്താണ്? അല്ല, ലിങ്ക് ദുബായ് അല്ലാതെ വരെ പോയിന്റ് ഉണ്ട് അവിടെ. ഓ, ഓക്കെ 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 ഓക്കെ, ഓക്കെ. സോ ഓക്കെ. ആ അത് മാത്രമല്ല നമ്മളുടെ ഒരു കോമൺ സെൻസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെറീഡിയനെ നോക്കുന്ന സമയത്ത്, ഇപ്പം എൻ്റെ ചിത്രം കാണണ്ട, ഈ ഞാൻ കയ്യൊക്കെ വളച്ചാ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. LI3ന്ന് LI5ലേക്കാണ് മെറീഡിയൻ പോകുന്നത്. LI3ന്ന് LI4ലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും LI4 ബോണിൻ്റെ അടുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ LI4 ഈവൺ ഞാൻ ഈ ഒരാൾക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പരിചയമുള്ള ഒരാൾ, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു ലിഫ്റ്റ് തന്നു, ഞാൻ ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് അത് ഞാൻ ഈ അക്യുപഞ്ചറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ കൈ തന്ന സമയത്ത് ഈ LI4 ഞാൻ ഈ മസിൽ കാണുന്ന ഏരിയയിൽ തന്നെയാണ് പ്രസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര ടൈറ്റായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി മൂപ്പരുടെ സിംറ്റമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ സിവിയർ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അന്തം വിട്ടുപോയി. ഓക്കെ, കാരണം ഞാൻ പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തിന് കുറേ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ആസ് യൂഷ്വൽ ഒരു 10 കിലോമീറ്റേഴ്സ് ഞങ്ങൾ വന്നു, ഞാൻ ഇറങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ നമ്പർ അദ്ദേഹത്തിന് അറിയില്ല, പക്ഷേ ഓഫീസിലേക്ക് വന്ന് പരിചയമാണ്. മൂപ്പര് ഞങ്ങളുടെ ഒരു ക്ലയൻറ്റാണ്. മൂപ്പര് MDയുടെ ഫ്രണ്ടാണ്, മറ്റേ RTO ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ കമ്പനിയിലത്തെ വണ്ടിയുടെ കാര്യങ്ങളും മറ്റൊക്കെ നോക്കുന്ന ആളാണ്. അയാളത് 2-3 ദിവസം കഴിഞ്ഞ ശേഷം MDയുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങി വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് സിവിയറായിട്ട് കോൺസ്റ്റിപ്പേഷൻ വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഞാനന്ന് പ്രസ് ചെയ്ത ശേഷം അന്ന് രാത്രി തന്നെ കംപ്ലീറ്റ് ബാക്കൗട്ട് ആവുകയും ഈ 3 ദിവസമായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു പയ്യന് ഇതേമാതിരി തന്നെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യന് തന്നെ സ്റ്റൊമക്കിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ കൈ കൊടുക്കുന്നപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കൈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ അക്യുപഞ്ചർ പഠിച്ച സമയത്ത് പൾസൊക്കെ നോക്കാനും മറ്റൊക്കെ വന്നിട്ട് നമുക്കങ്ങനെ എല്ലാവരും പോയി നോക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവന് ഇതേമാതിരി തന്നെയാണ് LI4 സിവിയറായിട്ട് പെയിൻ കണ്ടു. ഞാൻ നന്നായിട്ട് പമ്പ് ചെയ്യുന്ന പ്രഷർ കൊടുത്തു, ഇത്തിരി സിവിയറായിട്ട് തന്നെ കൊടുത്തത്. പക്ഷെ 10-15 മിനിറ്റ് കഴിഞ്ഞാണ് അവൻ താഴെ നിന്ന് പിന്നെ മുകളിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് വയറ്റിന് നല്ലൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പലപ്പോഴും നമ്മൾ നീഡിൽ ചെയ്യുന്ന സമയത്ത് ഈ LI4 മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബോണിൻ്റെ അടുത്തും ഈ മസിൽസിലൊക്കെ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ടിൽ എനിക്ക് വന്നിട്ട് വലിയ വ്യത്യാസമൊന്നും കണ്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബോണിൻ്റെ അടുത്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്ത് നോക്കും. LI4 മസിലിൽ പെയിൻ ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് പ്രയോറിറ്റി മസിലിലാണ് ചെയ്യുക. എന്നിട്ട് ആ മസിലിൻ്റെ ഭാഗത്ത് പെയിൻ കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ഈ ഭാഗത്ത് പെയിൻ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് പിന്നെ ഞാൻ ബോണിൻ്റെ അടുത്തേക്ക് പോകത്തുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ സ്കാൽപ്പ്, നിങ്ങൾ YNSA കുറച്ച് പേര് പഠിച്ച ആൾക്കാരുണ്ട് അല്ലേ? നിങ്ങളവിടെ ഓൺലൈനിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബാംഗ്ലൂരിൽ നിന്ന്. അതിനകത്ത് ഈ ഹെഗു എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയഗ്നോസിന്. ഇത് ആക്ച്വലി YNSAക്ക് മാത്രമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻറ്റേർണൽ മറ്റേ ഇപ്പോൾ ബാക്കിയുള്ള ഒരു പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ LI4 രണ്ടും ഒരേ പ്രഷർ കൊടുത്ത് നോക്കിയിട്ട് ഏത് ഭാഗത്താണോ കൂടുതൽ പെയിൻ ആ ഭാഗത്ത് നീഡ്ലിംഗ് ഓപ്റ്റ് ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ മറ്റേ റഫീഖ് സാർ YNSയുടെ ക്ലാസ് വെച്ചിട്ടുണ്ടല്ലോ, അറ്റൻഡ് ചെയ്തിട്ടില്ല?
ഓർക്കില്ല, YNSA വെച്ചെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഈ LI4 പ്രസ് ചെയ്ത് നോക്കിയിട്ട് ഏത് ഭാഗത്താണോ വേദന കൂടുതലുള്ളത് ആ ഭാഗത്ത് നിങ്ങൾ നീഡിൽ ചെയ്യാൻ ഓപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടും. പക്ഷെ അത് YNSAയുടെ ടെക്നിക്കാണെന്ന് മാത്രം. ഓക്കെ, ഞാനതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങൾ ഇവിടെ റഫീഖ് സാർ ഇതിനു മുമ്പ് ക്ലാസ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ, LI4 ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഇൻഡിക്കേഷൻസ് ഇങ്ങനെ പറഞ്ഞു പോകാം. ഇതൊരു നമ്മൾ DU20 എന്ന് പറയുന്നത് മറ്റേ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് എല്ലാ അസുഖത്തിനും എല്ലാ പോയിന്റിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് DU20 എന്ന് പറഞ്ഞ തലയിലുള്ളത്. അതേമാതിരി തന്നെ ഒരു പോയിന്റാണ് LI4. എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് കോമ്പിനേഷൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ആക്ച്വലി വന്നിട്ട് നമ്മളൊരു വേദനാ സംഹാരിയുടെ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ പെയിൻ റിലേറ്റഡ് ആയിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഇത് പക്ഷെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ പോയിന്റ് ഉപയോഗിക്കുന്നത് വർജ്യമാണ്. ഓക്കെ, പ്രഗ്നൻസി ലേഡീസിന് ദയവായിട്ട് ഈ പോയിന്റ് ഉപയോഗിക്കരുത്. അത് പറഞ്ഞിട്ട് ഇടയിൽ ചില ആളുകളൊക്കെ വന്നിട്ട് ഗർഭം മനസ്സിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനത്തെ പോയിന്റ്സിനെയൊക്കെ നീഡിൽ ചെയ്യണതൊക്കെ ആയിട്ട് ചില ഇൻസിഡൻസ് ഉണ്ടായിട്ട് ദയവായിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് പോകുന്നല്ല, സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് പരീക്ഷണം നടത്താൻ നിൽക്കേണ്ടത് ഗർഭിണികൾക്ക് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. ഓക്കെ, ഗർഭം മനസ്സിപ്പിക്കാനും ചെയ്യണ്ട. പിന്നെ അകത്ത് മുകളിലല്ല പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? വേറെ ആരെങ്കിലും കേട്ടവരൊന്ന് പറയാമോ? എനിക്ക് ശരിക്കും കേൾക്കുന്നില്ല നിങ്ങൾ പറയുന്നത്. അതായത് ഈ LI4 അരക്ക് മുകളിലെ ഭാഗത്ത് മാത്രമല്ല പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? എല്ലാ പെയിനിനും ഒരു സപ്പോർട്ടിങ് പോയിന്റാണ് ഈ സാധനം. എല്ലാ ഇടുപ്പിൻ്റെ മുകളിലുള്ള പോയിന്റ്സിനും നല്ലതാണ്. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് നല്ലതാണ്. മെൻസസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് നല്ലതാണ്. മറ്റേ ഫേസിന് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് നല്ലതാണ്. കാലുമായിട്ട് പിന്നെ കാലിലെ പെയിൻ മറ്റു ഇത് പറ്റില്ല, ഹിപ്പിന് മുകളിൽ കാലിൻ്റെ ഇഷ്യൂസിന് പോലും ചില സമയങ്ങളിൽ വരും, എഫക്റ്റ് വരാറുണ്ട്. ഓക്കെ, ഇത് അങ്ങനെ ഒരു കൂടുതലും അപ്പർ ഇടുപ്പിന് മുകളിലാണെന്നാണ് പറയുക. കൂടുതലും ഇടുപ്പിന് മുകളിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് എല്ലാത്തിനും നല്ല പോയിന്റാണ്. അതേമാതിരി തന്നെ ഈ പോയിന്റ് എന്ന് പറയുന്നത് അക്യുപഞ്ചറിൽ 4 ഗേറ്റ്സ് എന്ന് പറയും, അതായത് 4 വാതിലുകൾ എന്ന് പറയും. ഓക്കെ, അതിന് ഞാൻ ഇപ്പം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വരുന്നുണ്ട്, ഞാനത് വരുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഡിസീസസ് ഓഫ് ദ ഹെഡ് ആൻഡ് ഫേസ്, അതായത് തലയിലും മുഖത്തുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, അത് ഈവൻ എക്സ്റ്റേണൽ പാത്തജൻ കൊണ്ടുണ്ടായതായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതുകൊണ്ടുണ്ടാവുന്ന ശരീരവേദന, ഡിസിനസ്, കൺജഷൻ, സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് ദ ഐ, മൂക്കിലൂടെ ഉണ്ടാവുന്ന നീരൊഴുക്ക്, മറ്റേ നോസ് ബ്ലീഡിൽ മറ്റേ മൂക്കിലൂടെ ബ്ലീഡിങ് വരിക, പല്ലുവേദന, മറ്റേ നമ്മുടെ കീഴ്ത്താടിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതേമാതിരി തന്നെ ഈ താടി ലോക്കാവുന്നതിന്, കാതിന് മംസ്, കഴുത്തിൽ സ്വെല്ലിംഗ് വരുന്നതിന്, താടവീക്കത്തിന്, ഫേസിൽ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ, ഫേഷ്യൽ പാരാലിസിസ് ഉണ്ടെങ്കിൽ, മുഖത്ത് ചില ആളുകൾക്ക് ചെറിയ മിടിപ്പുണ്ടാവും. അത് നമ്മൾ എങ്ങനെയാണോ പൾസ് അടിക്കുന്നത് അതേമാതിരി തന്നെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഫേസിൽ ചില ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ഒരു പൾസ് പാൽപ്പിറ്റ് ചെയ്യും. അത് വിസിബിളായിട്ട് നമുക്ക് കാണാനും കൂടെ പറ്റും ചിലവർക്ക്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ ഈ LI4 വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ ത്രോട്ടിൽ ഉണ്ടാകുന്ന, ഫാരിങ്സിൽ ഉണ്ടാകുന്ന സ്വെല്ലിങ്ങിന്, അതേമാതിരി തന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, വോയിസ് പോവുക തുടങ്ങിയവയ്ക്കൊക്കെ ഈ നല്ലതാണ്. അതേമാതിരി തന്നെ കോൾഡ്, അതായത് തണുപ്പ് തട്ടുമ്പോഴേക്കും ബുദ്ധിമുട്ട് കൂടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പനിയുള്ള സമയത്തോ അല്ലെങ്കിൽ പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന്, വേർത്തിട്ടുള്ള പനികളാണെങ്കിലും ശരി, ഓവറായിട്ട് വേർക്കുന്നതാണ് ശരി. മറ്റേ ഹൈഡ്രോസിസ് എന്ന് പറഞ്ഞാൽ ഓവർ സ്വെറ്റിങ്, ആൻഹൈഡ്രോസിസ് എന്ന് പറഞ്ഞാൽ സ്വെറ്റിങ്ങേ ഇല്ലാത്ത പനി തുടങ്ങിയ എല്ലാത്തിനും ഈ പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ പെയിൻഫുള്ളായിട്ടുള്ള മെൻസസ് സൈക്കിളിന്, അല്ലെങ്കിൽ മെൻസസ് സൈക്കിൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന മസിൽ പിടുത്തത്തിന്, അല്ലെങ്കിൽ മസിൽ പിടിച്ച പോലെയുള്ള സിവിയർ ആയിട്ടുള്ള പെയിനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ ആബ്സെൻസ് ഓഫ് മെൻസസ് സൈക്കിൾ, അമിനോറിയയ്ക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ ലാസ്റ്റ് മൂമെൻറ്റ്, ഡിഫിക്കൽട്ട് ഓർ അബ്നോർമൽ ലേബർ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത്, അതായത് UB67 നമ്മൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അല്ലേ, ലാസ്റ്റ് മിനിറ്റിൽ ഡെലിവറി ടൈമിൽ. അതേപോലെ തന്നെ LI4 നമുക്ക് ഉപയോഗിക്കാം. ഗ്യാസ്ട്രിക് പെയിന് നല്ലതാണ്, അബ്ഡമൽ പെയിന് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, ഡിസെൻട്രിക്ക് എല്ലാത്തിനും നല്ലതാണ്. ഒരു സൈഡ് ഉണ്ടാകുന്ന പക്ഷാഘാതത്തിന് ഇത് പോയിന്റ് നല്ലതാണ്.
വിരലുകളിൽ ഉണ്ടാവുന്ന വേദന അല്ലെങ്കിൽ മസിൽ പിടുത്തം പോലെ തോന്നുന്നതിന് നല്ലതാണ്. കൈകളിലുണ്ടാവുന്ന വേദനകൾക്ക്, കുട്ടികളിലുണ്ടാവുന്ന മസിൽ ക്രാംസ്, അതായത് പെട്ടെന്ന് അവർ വന്നിട്ട് എന്താ പറയുക, ജെർക്ക് ചെയ്യുക, അതായത് മറ്റേ നമ്മൾ എന്താ പറയുക ഫിക്സ് വരുന്ന പോലെ കൈകളും മറ്റുമൊക്കെ ടൈറ്റാക്കിയിട്ട് ഒരു 2 വലി വലിക്കും. അത് കഴിഞ്ഞ് പിന്നെ നോർമലാവും. അങ്ങനെ കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അറിയാതെയുള്ള മസിൽ പിടുത്തം, കോച്ചിപ്പിടുത്തം എന്നൊക്കെ പറയില്ലേ, അതിന് നല്ലതാണ്. അതാണ് മാനസിക തലത്തിലുണ്ടാവുന്ന ഇറിറ്റേറ്റബിലിറ്റിയും ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ മറ്റേ ഉണങ്ങാത്ത മുറിവുകൾക്ക് ഈ പോയിന്റ് നല്ലതാണ്. അട്ടിക്കേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ ഹീറ്റ് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അട്ടിക്കേരിയ എന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരാളെ വന്നിട്ട് ജസ്റ്റ് ഒരു മറ്റേ വെറുതെ ഒന്ന് തല്ലിയാൽ പോലും ഈ വിരലുകളുടെ പാട് അവരുടെ ഫേസിലോ അല്ലെങ്കിൽ കയ്യിലോ വരും. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു കോല് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് എന്താ ചെയ്യുക, ഒരു സ്ക്രാച്ച് ചെയ്താൽ പോലും അവിടെ തടിച്ച് സ്വെല്ലിംഗ് ആയിട്ട് സിവിയറായിട്ട് ആരെങ്കിലും സ്ക്രാച്ച് ചെയ്ത പോലെയൊക്കെ വരും. ഇപ്പോൾ ബൾജിങ് ആയിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് പതുക്കെ നോർമലാവുകയും ചെയ്യും. അങ്ങനെ വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഇത്. ഒരുപാട് മറ്റേ എണ്ണ ശരീരത്തിനകത്ത് മറ്റേ അതറിയാം, നമ്മൾ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളിലൊക്കെ ഇത് ഒരുപാട് കാണാം. അതേമാതിരി തന്നെ ഈ മറ്റേ എന്താ പറയുക അഡലസൻസ് ഏജ് ഉണ്ടല്ലോ, അതായത് 18 to ആ ഒരു സമയത്തും ഇത് നിറയെ ആളുകളിൽ കാണാം. അത് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അട്ടിക്കേരിയ എന്ന് പറയുന്നത് കേട്ടോ. ആഹാരം വീട്ടിൽ നിന്നാക്കിയാൽ തന്നെ അത് ഒട്ടുമിക്കതും മാറാറുമുണ്ട്. പിന്നെ സ്കിന്നിൽ വരുന്ന റെഡിഷ്നെസ് കളറിൽ വരുന്ന ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി എല്ലാ തരത്തിലുള്ള പെയിനിനും ഈ പോയിന്റ് കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേമാതിരി തന്നെ മാനസിക തലത്തിലുണ്ടാകുന്ന ടെൻഷനൊക്കെ റിലീസ് ചെയ്യാനും ഈ പോയിന്റ് നല്ലതാണ്. ഈ LIV3 ഒപ്പം LIV3യും ഈ LI4ഉം കൂടെ ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു പോയിന്റാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ 2 കാലിലെ ലിവർ 3യും 2 കൈയിലെ LI4ഉം ഉപയോഗിക്കണം. അതിന് 4 ഗേറ്റ്സ് എന്നാണ് പറയുക. അക്യുപഞ്ചറിൽ 4 ഗേറ്റ്സ് ആണ്. ടു സ്ട്രോങ്ലി മൂവ് ദ chi ആൻഡ് ബ്ലഡ് ഇൻ ദ ബോഡി ഇൻ ഓർഡർ ടു റിമൂവ് സ്റ്റാഗ്നേഷൻ ആൻഡ് അലിവേറ്റ് പെയിൻ. അതായത് ചീയുടെയോ ബ്ലഡിൻ്റെയോ സർക്കുലേഷനിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാവുന്ന ബോഡി പെയിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ LIV3 2 കാലിലും ഉപയോഗിക്കുക. LI4ഉം 4 പോയിന്റ് 4 ഗേറ്റ്സ് എന്ന് പറയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നല്ല റിസൾട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സ്പെൽസ് വിൻഡിനെ ക്ലിയർ ചെയ്യാൻ നല്ലതാണ്. ഹലോ ഈ 4 ഗേറ്റ് ആർക്കൊക്കെ ഉപയോഗിക്കാം, ഏതെല്ലാം രോഗങ്ങൾക്ക് ഉപയോഗിക്കാം സാർ പറഞ്ഞത്? അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഈ ലിവർ 3യും ലിവർ 4ഉം വന്നിട്ട് ചീ മൂവ്മെന്റ് കുറവുണ്ടെന്ന് വെക്കുക. ചീ ശരിക്കും സർക്കുലേഷൻ ആവുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ആവുന്നില്ല, അതുകൊണ്ട് സ്റ്റാഗ്നേഷനോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന പെയിൻ എല്ലാത്തിനും മാറാൻ നല്ലതാണ് ഈ പോയിന്റ്. അല്ല, ഒരാൾ സംസാരിക്കുമ്പോൾ പിന്നെ ഒരാൾ സംസാരിക്കാതെ. ഖാദർ സാർ പറയൂ സാർ. ലിവർ 3 സിംഗിൾ പോയിന്റ് കൊടുത്താൽ പോലും ആള് നടന്നു കഴിഞ്ഞാൽ അത് ബോധം കെട്ട് വീഴുന്നതായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ സ്വന്തം ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ അത് ഞാൻ ചെയ്തത് കുറക്കാൻ വേണ്ടിയിട്ട് സഡേറ്റ് രൂപത്തിലായിരുന്നു ചെയ്തത്. സാർ ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ചീ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരായിരിക്കും. എനിക്ക് 3-4 പേരില് എനിക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ഹൈ ബിപി പക്ഷെ ഞാൻ നീഡിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 hours കൂടുതൽ ഞാൻ എൻ്റെ നീഡിൽ ചെയ്തിട്ട് അവിടെ ഒരു ടേപ്പ് തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നീഡിൽ വീഴാതിരിക്കാൻ. ഇത് വിത്തിൻ സെക്കൻഡിൽ സംഭവിച്ചു സാർ. അവര് അത് LIV3 മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഒന്ന്, അവർക്ക് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും ശരീരത്തിൻ്റെ അംശമുള്ള ആളുകളായിരിക്കാം. അതല്ലെങ്കിൽ ഇന്റേണൽ എനർജി ഒരുപാട് ഡ്രെയിൻ ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് ഈ LIV3 തന്നെ വേണമെന്നില്ല, LU9 ഇട്ടാലോ ഒക്കെ ചിലപ്പോൾ സംഭവിക്കും. അത് ബ്ലഡ് കുറവുള്ളവർക്ക് ഇടാൻ പറ്റില്ലല്ലോ ലിവർ 3?
അങ്ങനെ ബ്ലഡ് പ്രശ്നങ്ങളൊന്നും കുറവ് അങ്ങനെ ഉണ്ടോ? ബ്ലഡ് ഇല്ല കുറവുള്ള ഇല്ല പേഷ്യൻസിന്? ഇല്ല ഇല്ല അങ്ങനെ അക്യുപഞ്ചർ TCMൽ എവിടെ അങ്ങനെ പറയുന്നില്ല കേട്ടോ. അല്ല, ചിലര് പറയും ലിവർ 3ന്റെ കൂടെ LI4 കൂടെ കൊടുക്കണം ബ്ലഡ് കുറവുള്ളവർക്ക്. ഞാൻ ലിവർ 3യും ലിവർ 4ഉം കൂടിയിട്ടുള്ള LI4 കോമ്പിനേഷൻ പറഞ്ഞത് എന്നുള്ള പോയിന്റാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചീ മൂവ്മെന്റും ബ്ലഡ് മൂവ്മെന്റും ഇൻക്രീസ് ചെയ്യാൻ. ഇതിന് നമുക്ക് വേറൊരു രീതിയിൽ എടുക്കാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ, അതായത് ബ്ലഡ് ഒരാൾക്ക് കുറവുണ്ട്, ഓക്കെ, ആ ബ്ലഡ് കുറവുള്ളതിനെ ഒരുപാട് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ശരീരത്തിന് എനർജി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അൺകോൺഷ്യസിനെ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ പെട്ടെന്ന് അനുഭവപ്പെടാം. പക്ഷേ ഇത് പൊതുവെ ഉപയോഗിക്കുന്നത് വന്നിട്ട് എനർജൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. ചീയും ബ്ലഡും മൂവ് ആകുന്ന സമയത്ത് സ്റ്റാഗ്നേഷൻ റിമൂവ് ചെയ്യും, പെയിൻ മാറുകയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു എനർജിയും കിട്ടാനാണ് ഇത് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ക്രിട്ടിക്കൽ കേസസിലല്ല ഉപയോഗിക്കുക. പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് വന്നിട്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനെ എണിച്ച് പെട്ടെന്ന് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലാതെ നോർമലി വരുന്ന ആളുകളിലൊക്കെ ഇത് ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്നത് പോലെ എനിക്കിതുവരെ LIV3 ഇട്ടതുകൊണ്ട് അൺകോൺഷ്യസ് വന്നിട്ടില്ല. പക്ഷേ മറിച്ച് LU9 SP5ൻ്റെ കോമ്പിനേഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പേര് എന്താ പറയുക തലചുറ്റലും മയക്കം വരലും വേർക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലർ വന്നിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ തന്നെ ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് മോഷൻ പോയ ആളുകളുണ്ട്. മറ്റേ അതുപോലെ തന്നെ എന്താ പറയുക വേർത്ത് ഷർട്ട് മുഴുവനും നനഞ്ഞ രീതിയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നീഡിലെടുക്കും, LU11ഉം LI1ഉം പമ്പ് ചെയ്യും. മാക്സിമം 1 to 2 minutes ആകുമ്പോഴേക്കും തന്നെ അവർ നോർമലിലേക്ക് വരും. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവർ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സിപ്പ് വെള്ളം കൊടുക്കും, ഒരുപാട് വെള്ളമല്ല, ഒരു സിപ്പ് വെള്ളം കൊടുക്കും. എനിക്ക് അങ്ങനെ ഇത്രയും കാലത്തിനിടെ ഇപ്പോൾ 2010 തൊട്ടോ മറ്റേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു അനുഭവമേ ഉള്ളൂ. LIV3 ഇട്ടത് കൊണ്ട് മാത്രമായിട്ട് ഒരാൾ മാറുകയോ അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതൽ ഇട്ടത് കൊണ്ട് അങ്ങനെ ലോ BP-യിലാവുകയോ അങ്ങനെയൊന്നുള്ള ഇൻസിഡൻസ് എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. BP കൂട്ടാനും BP കുറക്കാനും ആ പോയിന്റിലൂടെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇല്ല, BP ഒക്കെ കുറയുന്നുണ്ട്, അത് ഇമ്മീഡിയറ്റ് ആയി കുറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വന്നിട്ട് അങ്ങനെ കുറഞ്ഞ് ലോവിലേക്ക് പോകാനുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്കിതൊരു അനുഭവമില്ല കേട്ടോ. എൻ്റെ പേഴ്സണലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സാറുടെ അനുഭവം സാറ് പറഞ്ഞു. അപ്പോൾ നീഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അടുത്ത ആളിരിക്കുക. ഒരു ഹാർട്ട് പേഷ്യന്റ് ലോ BP ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് അവിടുന്ന് BP കൂടാതെ ബ്ലഡ് പ്രഷർ കൂടാതിരുന്ന സമയത്ത് അവരോട് ഞാൻ എന്ത് പറഞ്ഞു, ലിവർ 3 ടോണിഫിക്കേഷൻ ചെയ്യാൻ പറഞ്ഞു. ST36 LI11 LI4 ഇത് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തിന് അവിടെ BP അവർക്ക് നോർമലായിട്ട് വന്നു. വെരി ഗുഡ്. അതേപോലെ തന്നെ ഈ ഫോർഗേറ്റ് ലിവർ 3 and 4 അടങ്ങിയ ഒരു കോമ്പിനേഷനിൽ നമുക്ക് സോറിയാസിസിനെ സഡേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് സാർ. സോറിയാസിസ് അതെ, നമുക്ക് അതിനെ സഡേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിലും കൊടുക്കുന്ന സമയത്ത് ലിവർ 3 and LI4 ഫോർഗേറ്റ് ആയിട്ടും SP10 അതുപോലെ തന്നെ UB67 ST40 LU5 ഇത്രയും പോയിന്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് സോറിയാസിസ് പോലത്തെ ബുദ്ധിമുട്ടുകൾക്ക്, ആ ചൊറിച്ചില് ബുദ്ധിമുട്ടുകൾ, മാതിരി വ്രണത്തിൽ നിന്ന് രക്തം വരല്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നോർമലായിട്ട് വരുന്നതും കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, സന്തോഷം സാർ ഷെയർ ചെയ്യുന്നതിന്. അപ്പോൾ അബ്ദുൽ ഖാദർ സാർ പറഞ്ഞതുപോലെ നിങ്ങൾ നീഡിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് എന്തെങ്കിലും മറ്റേ അൺകോൺഷ്യസോ മറ്റേ ആവുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് LU11ഉം LI1ഉം പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് ആ ഗ്രൂപ്പിലൊന്ന് ഡിസ്കഷൻ നടക്കട്ടെ. അപ്പോൾ നമുക്കറിയാമല്ലോ ഏതൊക്കെയാണ് ശരി. ഒരാളുടെ അല്ലെങ്കിൽ രണ്ടാളുടെ മാത്രം കമ്പയർ ചെയ്യേണ്ട, എല്ലാവരും ക്ലാസ് കേൾക്കുന്ന എല്ലാവരും പരീക്ഷിക്കുക. എന്നിട്ട് അത് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എനിക്കിത് പുതിയ അറിവാണ്. LIV3 ഇട്ട സമയത്ത് ഇങ്ങനെ മറ്റേ എന്താ പറയുക അൺകോൺഷ്യസ് ആവുന്നു എന്നുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളിനി ചെയ്യുന്ന സമയത്ത് ഞാൻ അതും കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, സംശയങ്ങൾ ചോദിക്കാൻ നടക്കുക. എങ്കിലേ പറയുന്ന ആൾക്കാർ എന്തെങ്കിലും വിട്ടുപോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ടങ് സ്ലിപ്പ് ആയാലോ അത് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ആൾറെഡി 9 മണിയായി. ഞാൻ ഈ LI4 കൂടി ഇന്ന് നിർത്താം. ഓക്കെ, എക്സ്പെൽസ് വിൻഡ് ആൻഡ് റിലീസ് ദ എക്സ്റ്റീരിയർ, ടോണിഫൈ chi ആൻഡ് സ്ട്രെങ്തൻസ് ഇമ്മ്യൂണിറ്റി, സ്റ്റോപ്സ് പെയിൻ, റെഗുലേറ്റ്സ് ദ ഫേസ് ആൻഡ് ഹെഡ് ഏരിയ, ഇൻഡ്യൂസസ് ലേബർ.
ഡെലിവറി ടൈമിൽ ആ ലേബർ പെയിൻ വരാൻ അല്ലെങ്കിൽ പ്രസവത്തിന് ഹെൽപ്പ് ചെയ്യാൻ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. UB67 നമ്മൾ ഉപയോഗിച്ചതുപോലെ തന്നെ. LI4 എന്ന് പറയുന്നത് കോമൺ യൂസ്ഫുൾ പോയിന്റ് ആണ്. എല്ലാത്തിൻ്റെയും കൂടെ നിൽക്കിടാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് യൂഷ്വലി ഫോർ എനി കണ്ടീഷൻ റിലേറ്റഡ് ടു ദ ഫേസ് ആൻഡ് ഹെഡ്. ഇറ്റ് ആൾസോ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ വിൻഡ് ഹീറ്റ് കണ്ടീഷൻസ്. ഫൈനലി LI4 ഈസ് നോൺ ആസ് ദ പെയിൻ പോയിന്റ് ഇൻ ദ ബോഡി. എനിവെയർ ദെയർ ഈസ് എ പെയിൻ യൂസ് LI4. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോഡിയിൽ എവിടെ പെയിൻ ഉണ്ടെങ്കിലും നല്ലതാണ്, എസ്പെഷ്യലി എബവ് ദ മറ്റേ നമ്മുടെ പെൽവിക് റീജിയൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രഗ്നൻസി ഉള്ളവർക്ക് ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ നിൽക്കണ്ട. ഓക്കെ, LI4ൻ്റെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ അടുത്ത ഇതിനകത്ത് നോക്കാം. അപ്പോൾ ഇടയിൽ എനിക്ക് പേഴ്സണലായിട്ടുള്ള തിരക്കുകളുള്ളത് കൊണ്ടാണ് ക്ലാസ് ഇങ്ങനെ മിസ്സാവുന്നത്. ഓക്കെ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം.